നമസ്കാരം. ഗുഡ് ഈവനിങ്. ഇന്ന് ഈ വെബിനാറിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ സമയം കണ്ടെത്തി പങ്കെടുക്കുന്ന പൊതുജനങ്ങൾക്കും പാർക്കിൻസൺസ് രോഗികൾക്കും അവരെ പരിചരിക്കുന്ന കെയർ ഗീവേഴ്സിനും കുടുംബാംഗങ്ങൾക്കും എന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എന്റെ പേര് നന്ദന. ഡോക്ടർ കെ വി വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഡിജിറ്റൽ കോർഡിനേറ്റർ ആണ്. ഇന്നത്തെ വെബിനാറിന്റെ ഹോസ്റ്റായി നിങ്ങളോടൊപ്പം ചേരാൻ കഴിയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്നത്തെ വെബിനാറിന്റെ വിഷയം പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങളും സമഗ്ര ചികിത്സാ രീതികളും എന്നതാണ്. പാർക്കിൻസൺസ് രോഗത്തിന്റെ പല ലക്ഷണങ്ങളും വളരെ സൂക്ഷ്മമായിരിക്കും. പലപ്പോഴും അവയെ നമ്മൾ പ്രായം കൂടിയത് കൊണ്ടോ ക്ഷീണം കൊണ്ടോ എന്ന് കരുതി അവഗണിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ പലരിലും ഈ രോഗം വളരെ വൈകിയാണ് തിരിച്ചറിയപ്പെടുന്നത്. ഇന്നത്തെ ഈ സെഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പാർക്കിൻസൺസ് രോഗലക്ഷണങ്ങളും സമഗ്ര ചികിത്സാ രീതികളും പാനലിസ്റ്റുകൾ ഇവിടെ അവതരിപ്പിക്കും. ഈ വെബിനാർ ബോധവൽക്കരണവും അവബോധവുമാണ് ലക്ഷ്യമിടുന്നത്. നാഡീവ്യവസ്ഥ ക്ഷയരോഗങ്ങളുടെ പരിചരണത്തിനും രോഗി കേന്ദ്രീകൃതമായ ചികിത്സയ്ക്കും ഇന്റഗ്രേറ്റീവ് ആയുർവേദ മെഡിസിനുമായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച വയാംസിലെ വിദഗ്ധ സംഘത്തെ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ വെബിനാറിലെ പ്രധാന ഫാക്കൽറ്റികളെ ഒന്ന് പരിചയപ്പെടുത്താം. ഡോക്ടർ വിജിത് കെ വി, ചീഫ് ഫിസിഷ്യൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അറ്റ് വയാംസ്. ഡോക്ടർ നീതു എസ് ജിത്ത്, വിമൻ വെൽനസ് എക്സ്പേർട്ട് ഇൻ പാർക്കിൻസൺസ് ഡിസീസ്. റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആദിത്യ തങ്കപ്പൻ. ഹെൽത്ത് കെയർ അഡ്വൈസർ ഡോക്ടർ പ്രസീത എ പി. ഇവരുടെ അറിവും അനുഭവവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സെഷനെ കൂടുതൽ അർത്ഥവത്തും പ്രയോജനപ്രദവുമാക്കി മാറ്റാൻ സാധിക്കും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അത്യന്തം ആദരവോടെയും അതിലുപരി സന്തോഷത്തോടെയും ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ പോകുന്ന നമ്മുടെ ആദരണീയനായ വയാംസ് ചീഫ് ഫിസിഷ്യനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വിജിത് കെ വിയെ ഞാൻ ഈ വെർച്വൽ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു നന്ദന. എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് ഈവനിങ്. ഞാൻ ഓഡിബിൾ ആണല്ലോ? അതെ. താങ്ക് യു. നമ്മുടെ ഹോസ്റ്റ് ഇവിടെ പറഞ്ഞു ഇന്നത്തെ ഈ വെബിനാറിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും. എല്ലാ വർഷവും ഏപ്രിൽ 11 വേൾഡ് പാർക്കിൻസൺസ് ഡേ ആയി അറിയപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ഈ വേൾഡ് പാർക്കിൻസൺസ് ഡേക്ക് നമ്മൾ വെബിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിലധികമായി ഡോക്ടർ കെ വി വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പാർക്കിൻസൺസ്, ഡിമെൻഷ്യ, അൽഷിമേഴ്സ് പോലെയുള്ള സങ്കീർണമായിട്ടുള്ള ന്യൂറോളജിക്കൽ ഓർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ നിത്യം ഇവിടെ വരുന്ന രോഗികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ചിട്ട് വളരെ കുറവ് അവബോധം മാത്രമാണ്. പാർക്കിൻസൺസിനെ കുറിച്ചിട്ടോ ഡിമെൻഷ്യനെ കുറിച്ചിട്ടോ വളരെ കുറവ് അവബോധം മാത്രമാണ് പേഷ്യൻസിലും അവരുടെ കെയർ ഗിവേഴ്സിലും അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിലും ഉള്ളത്. ഇത് തീർച്ചയായിട്ടും ഒരു പ്രശ്നമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോണിക് ഡിസോർഡറാണ്, അല്ലെങ്കിൽ ഒരു ക്രോണിക് ഡിസീസാണ്. അതായത് ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാല പരിചരണം ആവശ്യമുള്ള അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പരിചരണം ആവശ്യമുള്ള ഒരു അസുഖമായിട്ടാണ് പാർക്കിൻസൺസ് പോലെയുള്ള അസുഖത്തെ അറിയപ്പെടുന്നത്. ഇപ്പോൾ പ്രമേഹം അല്ലെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ BP ഇതെല്ലാം ഈ ക്രോണിക് ഡിസീസസിൽ വരുന്ന അസുഖങ്ങൾ തന്നെയാണ്. ഒരു ഡോക്ടർ നിങ്ങളോട് നിങ്ങൾക്ക് പ്രമേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹമാണ്, നിങ്ങൾക്ക് BP ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും മാനസികമായിട്ട് തകർന്നു പോകുന്നില്ല. നമ്മൾ അതിന് ശേഷം അതിന് വേണ്ട മരുന്നുകളോ അതിന് വേണ്ട ചിട്ടവട്ടങ്ങളോ ആയിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു.
നേരെ മറിച്ചൊരു ഡോക്ടർ നിങ്ങളോട് പാർക്കിൻസൺസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു പോകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അസുഖത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള അവയർനെസ്സിൻ്റെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ കെ.വി. വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസ് 2026 വേൾഡ് പാർക്കിൻസൺസ് ഡേ ലക്ഷ്യം വെച്ചുകൊണ്ട് ഡിസംബർ മുതൽ തന്നെ ഈ പാർക്കിൻസൺസ് രോഗത്തിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് തുടങ്ങിയത്. അപ്പോൾ ഡിസംബറിൽ നമ്മൾ 2 വെബിനാറുകളാണ് നടത്തിയത്. അണ്ടർസ്റ്റാൻഡിങ് പാർക്കിൻസൺസ് ഡിസീസ്, ഏർലി സൈൻസ്, റെഡ് ഫ്ലാഗ്സ് ആൻഡ് വൈ ഏർലി ഡയഗ്നോസിസ് മാറ്റേഴ്സ്. എന്തൊക്കെയാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ, റെഡ് ഫ്ലാഗ്സ്, അതായത് നമ്മൾ അവഗണിക്കാൻ പാടില്ലാത്ത റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് പ്രധാനമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ മാസത്തെ വെബിനാറിൽ നമ്മൾ പറഞ്ഞത്. ഈ മാസത്തെ ജനുവരിയിലെ വെബിനാറിൽ നമ്മൾ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലിവിങ് വിത്ത് പാർക്കിൻസൺസ് ഡിസീസ് ഹോളിസ്റ്റിക് സിംറ്റം മാനേജ്മെന്റ് ത്രൂ ആയുർവേദ, ഇതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ടും അതുപോലെ തന്നെ ആയുർവേദത്തിലും എന്തൊക്കെ ചെയ്യാമെന്നും സമഗ്രമായിട്ടൊരു ചികിത്സാ പദ്ധതി ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്തൊക്കെ ചെയ്യാമെന്നുമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വെബിനാറിൽ നമ്മൾ വിശദമാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസൺസ് രോഗത്തിൽ കാണുന്ന മോട്ടോർ സിംറ്റംസ്, അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന, പ്രകടമായി കാണുന്ന രോഗലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, അതായത് കാർഡിനൽ സിംറ്റംസ് എന്ന് പറയാവുന്നത് ട്രാപ്പ്, TRAP, T ഫോർ ട്രമർ, R ഫോർ റിജിഡിറ്റി, A ഫോർ അക്കൈനേസിയ, P ഫോർ പോസ്ചർ. ഈ മോട്ടോർ സിംറ്റംസിനെ പ്രധാനമായിട്ടും 2 വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ്. അത് ഒന്ന് ഗ്രോസ് മോട്ടോർ സിംറ്റംസും ഒന്ന് ഫൈൻ മോട്ടോർ സിംറ്റംസുമാണ് ആ 2 വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ട്രാപ്പ് പറഞ്ഞുകൊണ്ട് ഈ 2 വിഭാഗങ്ങളിലേക്ക് പോകാം. ട്രമർ എന്ന് പറയുന്നത് വിറയൽ എന്നാണ് ട്രമർ എന്ന് പറയുന്നതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ട്രമർ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പം അതിൽ റെസ്റ്റ് ട്രമർ ഉണ്ട്, കൈനറ്റിക് ട്രമർ ഉണ്ട്, അതുപോലെ തന്നെ പോസ്ചറൽ ട്രമേഴ്സ് ഉണ്ട്, പിന്നെ എസെൻഷ്യൽ ട്രമർ ഉണ്ട്, ഫാമിലിയൽ ട്രമർ ഉണ്ട്, റൈറ്റേഴ്സ് ക്യാമ്പ് ട്രമർ ഉണ്ട്, ബേർഡ് സ്വിംഗ് ട്രമർ ഉണ്ട്. ഇങ്ങനെ കുറേ തരത്തിലുള്ള ട്രമേഴ്സ് നമുക്ക് നമ്മുടെ ഈ പാർക്കിൻസൺ രോഗികളിൽ കാണാൻ പറ്റും. ഇപ്പൊ റെസ്റ്റ് ട്രമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്ത് ഒരു TV കണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പത്രം വായിക്കുകയോ ഫോണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒന്നുമില്ല, അത് വെറുതെ ഒരു കസാരയിലോ സോഫയിലോ എവിടെയെങ്കിലും നമ്മൾ ഇരിക്കുന്ന അവസരത്തിൽ നമ്മുടെ കൈകളിലോ കാലുകളിലോ പതുക്കെ ഉണ്ടാവുന്ന വിറയലിനെയാണ് റെസ്റ്റ് ട്രമർ എന്ന് നമ്മൾ പറയുന്നത്. ഇത് പാർക്കിൻസൺസ് രോഗത്തിൽ വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു രോഗലക്ഷണമാണ്. അടുത്തത് എന്ന് പറയുന്നത് പിൽ റോളിംഗ് ട്രമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരലുകൾ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ ഉണ്ടാവുന്ന ഒരു ട്രമറിനെയാണ്, ഒരു ഗുളിക ഉരുട്ടുന്നത് പോലെയുള്ള ഒരു ആക്ഷൻ ഉണ്ടാവുന്ന ട്രമറിനെയാണ് പിൽ റോളിംഗ് ട്രമർ എന്ന് പറയുന്നത്. പോസ്റ്റുറൽ ട്രമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ ഇരിക്കുകയാണ്, ഒരു ഗ്ലാസ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ്, ഏതെങ്കിലും ഒരു സാധനം നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയലിനെയാണ് ഈ പറയുന്ന പോസ്ചറൽ ട്രമർ എന്ന് പറയുന്നത്. ഇതും പാർക്കിൻസൺസ് രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ്. അടുത്തൊരു ട്രമർ എന്ന് പറയുന്നത് കൈനറ്റിക് ട്രമർ അല്ലെങ്കിൽ ആക്ഷൻ ട്രമർ എന്നാണ്. നേരത്തെ പറഞ്ഞ റെസ്റ്റ് ട്രമർ എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഒരു ഗാഡ്ജറ്റോ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൈകൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്ന ആ മൊമെന്റിൽ ഉണ്ടാകുന്ന ട്രമറിനെയാണ് നമ്മൾ ഈ പറയുന്ന കൈനറ്റിക് ട്രമർ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, അതിനെ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു പേനയാവട്ടെ, ഒരു കപ്പാവട്ടെ, ഒരു പ്ലേറ്റ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രമറാണ് കൈനറ്റിക് ട്രമർ എന്ന് പറയുന്നത്. അടുത്തത് റീ എമർജന്റ് ട്രമർ എന്നാണ് പറയുന്നത്. അതൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ട്രമറാണ്. കൈ നീട്ടിപ്പിടിക്കുമ്പോൾ ആദ്യം റെസ്റ്റിംഗ് ട്രമർ, അതായത് നമ്മൾ കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുമ്പോൾ ആദ്യം റെസ്റ്റിംഗ് ട്രമർ ഉണ്ടായിരിക്കും, ആ റെസ്റ്റിംഗ് ട്രമർ അപ്രത്യക്ഷമാവും.
കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അത് പ്രത്യക്ഷപ്പെടും. ഈ റെസ്റ്റ് ട്രെമർ പ്രത്യക്ഷപ്പെടും. അതിനെ പറയുന്ന പേരാണ് ഈ റീ എമർജന്റ് ട്രെമർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ താടിയിൽ, അതുപോലെ തന്നെ ചുണ്ടിൽ, നാവുകളിലൊക്കെ വിറയലുണ്ടാവാറുണ്ട്. അതിന് ജോ ലിപ്പ് ആൻഡ് ചിൻ ട്രെമർ എന്നാണ് പറയുന്നത്. അപ്പോൾ TRAPയിൽ ട്രെമർ മാത്രമാണ് പറഞ്ഞത്. ഇതിന് ഇനി റൈറ്റേഴ്സ് ക്രാമ്പ് എന്ന് പറയുന്ന ഒരു ട്രെമർ ഉണ്ട്. നമ്മൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ മാത്രം, പേനയെടുത്ത് നമ്മൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ വിറയിൽ വന്നിട്ട് ആ പേന തെറിച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് ഈ റൈറ്റേഴ്സ് ക്രാമ്പ് ട്രെമർ എന്ന് പറയുന്നത്. എസെൻഷ്യൽ ട്രെമർ എന്ന് പറയും. അത് ശരിക്കും എസെൻഷ്യൽ ട്രെമറും ഫാമിലിയൽ ട്രെമറും ഒരു ടിപ്പിക്കൽ പാർക്കിൻസൺസ് ഡിസീസിൻ്റെതായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് ചിലർക്ക് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ചെറിയ വിറയൽ ഉണ്ടാവാനുള്ള സാധ്യത, അത് ജീവിതകാലം മുഴുവൻ അവർക്ക് ഉണ്ടാവും. ചിലർക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ മുൻ തലമുറയിലുള്ള അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ ആൻസിസ്റ്റർ ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ മെറ്റേണൽ അങ്കിൾസിനോ ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ വിറയൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഫാമിലിയൽ ട്രെമർ എന്ന് പറയുന്നത്. പിന്നെ ബേഡ്സിൻ ട്രെമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ പാർക്കിൻസൺസിലല്ല, മറ്റൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആയിട്ടുള്ള വിൽസൺസ് ഡിസീസിൽ പേഷ്യനോട് കൈ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷി പറക്കുന്നത് പോലെ, പക്ഷിയുടെ ചിറകിട്ട് അടിക്കുന്നത് പോലെ ട്രെമർ ഉണ്ടാവും. ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രെമർ ഉണ്ടാവും, ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രെമർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ അത് പറയുന്നത്. അത് വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്ന മറ്റൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസിലാണ് ഇത് പെടുന്നത്. അപ്പോൾ ട്രെമേഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഗ്രോസ് മോട്ടോർ മൂവ്മെന്റിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി TRAPയിൽ റിജിഡിറ്റി എന്താണെന്ന് നോക്കാം. റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് മൂവ്മെന്റിന് എതിരായിട്ടുള്ള ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിൽ, ഷോൾഡറിൽ, കൈകളിലൊക്കെ ഭയങ്കര മസിൽസ് ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഈ പറയുന്ന റിജിഡിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഡോപ്പമിൻ്റെ, നമ്മുടെ സബ്സ്റ്റാൻഷ്യൽ നൈഗ്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പമിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് ഈ മസിൽസിൽ ഇത്രയും സ്റ്റിഫ്നെസ്സും റിജിഡിറ്റിയും വരുന്നത്. അപ്പോൾ കോഗ്വീൽ റിജിഡിറ്റി എന്ന് പറയും. അതായത് നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയിൻ്റെ ഈ ഒരു മൂവ്മെന്റ് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആവും. ഇപ്പോൾ ഞാൻ വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു പാർക്കിൻസൺസ് ഉള്ള ഒരാൾക്ക് ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ജെർക്കിംഗ് ആയിട്ടായിരിക്കും അയാളുടെ കൈ മൂവ് ചെയ്യാൻ പറ്റുക. അതിനെയാണ് ഈ പറയുന്ന കോഗ്വീൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് ലെഡ് പൈപ്പ് സ്റ്റിഫ്നെസ് ആണ്. ലെഡ് പൈപ്പ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയുമായി ബന്ധപ്പെട്ടിന് ഇപ്പം നമ്മൾ കൈ ഇങ്ങനെ മടക്കി നമുക്ക് മുഴുവനായിട്ട് നിവർത്താൻ പറ്റും. പക്ഷേ ഈ ലെഡ് പൈപ്പ് സ്റ്റിഫ്നെസ് ഉള്ള പേഷ്യൻറ്റിന് ഒരു കൈ ഒരു പരിധി വരെ മുഴുവനായിട്ട് നിവർത്താൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതിങ്ങനെ ഭയങ്കര ഒരു പൈപ്പ്, ഒരു ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് എങ്ങനെയാണോ മടങ്ങി നിൽക്കുന്നത് അതേപോലെ നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ലെഡ് പൈപ്പ് റിജിഡിറ്റി അല്ലെങ്കിൽ ലെഡ് പൈപ്പ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ഒരു ആക്സിയൽ റിജിഡിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള നെക്ക്, ട്രങ്ക്, പ്രോക്സിമൽ മസിൽസ് എന്നിവയെ ബാധിക്കുന്നതിൻ്റെ ഫലമായിട്ട് സ്റ്റൂപ്ഡ് പോസ്ചർ നമുക്കുണ്ടാവും. നമുക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവും. സ്പൈനൽ മൊബിലിറ്റി, ഇത് ശരിക്കും നമ്മുടെ റിജിഡിറ്റി ആണെങ്കിൽ പോലും നമ്മുടെ പാർക്കിൻസൺസിന്റെ TRAPയിൽ P ആയിട്ടുള്ള പോസ്ചറും കൂടെ ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സ്പൈനൽ മസിൽസ് ഭയങ്കര സ്പാസം ഉണ്ടായിട്ട് സ്പൈനൽ മൊബിലിറ്റി കുറയും. നമുക്ക് ബെഡ് റോളിംഗ്, കിടക്കയിൽ ഒന്ന് തിരിഞ്ഞു കിടക്കാനൊക്കെ മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ആക്സിയൽ റിജിഡിറ്റി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ ഡോപ്പമിനേർജിക് തെറാപ്പിക്ക്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിൻഡോപ്പ പോലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് വളരെ പൂർ റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പാർക്കിൻസൺസ് ഡിസീസ് സാധാരണയായിട്ടൊരു പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെയിനുള്ള, വേദനയുള്ള ഒരു അസുഖമായിട്ടല്ല അറിയപ്പെടുന്നത്. പക്ഷേ ഈ റിജിഡിറ്റി അല്ലെങ്കിൽ ഈ സ്റ്റിഫ്നെസ് വരുന്ന ആൾക്കാർക്ക് ഈ റിജിഡിറ്റിയുടെ ഭാഗമായിട്ട്, മസിൽ പെയിൻ്റെയും സ്റ്റിഫ്നെസ്സിൻ്റെയും റിജിഡിറ്റിയുടെയും ഭാഗമായിട്ട് ക്രോണിക് പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലിംബ് റിജിഡിറ്റി എന്ന് പറയും. നമ്മുടെ ശരീരം ലോവർ ലിംബ്സ്, അപ്പർ ലിംബ്സ്, അങ്ങനെ രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പർ ലിംബിലും ലോവർ ലിംബിലും ബാധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ലോവർ ലിംബിലെ നമ്മുടെ റിജിഡിറ്റി ഈ ഹാംസ്ട്രിങ് മസിൽസിനൊക്കെ വരുമ്പോൾ നമ്മുടെ നടത്തം വളരെ ബുദ്ധിമുട്ടാവുന്നു. കാഫ് മസിൽസിൽ വരുമ്പോൾ രാത്രികളിലൊക്കെ ഭയങ്കര മസിൽ ക്രാമ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കാലെടുത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നൊക്കെയാണ് ലോവർ ലിംബിൽ വരുന്നത്. തുടക്കത്തിൽ ഇത് അസിമെട്രിക്കലായിട്ട്, അതായത് ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല, പക്ഷെ പിന്നീട്
അത് ഒരേപോലെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ആം സ്വിങ്, നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആം സ്വിങ്, കൈ വീശിയിട്ടാണല്ലോ നമ്മൾ സാധാരണ നടക്കുന്നത്. ആ കൈ വീശി നടക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പിന്നെ നമ്മളൊരു വരാതിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ നടന്ന് നമ്മുടെ വീടിനകത്ത് ഒരു ഹാളിലൂടെ നടന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ റൂമിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അതും ഈ റിജിഡിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ ഇരിക്കുന്ന ഒരു കസാരയിൽ നിന്നോ ബെഡിൽ നിന്നോ സോഫയിൽ നിന്നോ എഴുന്നേൽക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ റിജിഡിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. എഴുന്നേറ്റ് നിന്ന് നടന്നു തുടങ്ങാൻ, ടു സ്റ്റാർട്ട് വാക്കിംഗ്, അതിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഈ റിജിഡിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇനി നടത്തത്തിൻ്റെ കാര്യം കുറച്ചും കൂടെ ഞാൻ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിൻസോണിയം ഷഫ്ലിംഗ് ഗെയിറ്റ് എന്നാണ് നമ്മൾ ഈ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നത്. അത് പാർക്കിൻസോണിയൻ ഓർ ഷഫ്ലിംഗ് ഗെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കാലെടുത്ത് വെക്കുന്നതിൻ്റെ ആ ഡിസ്റ്റൻസ്, അതായത് കുറച്ച് കാലിന് ഡ്രാഗ് ചെയ്തിട്ടുള്ള ചുവടുകളാവുന്നതിനെയാണ് ഷഫ്ലിംഗ് ഗെയിറ്റ് എന്ന് പറയുന്നത്. ഫുഡ് ക്ലിയറൻസ് വളരെ കുറവായിരിക്കും. ഹീൽ സ്ട്രൈക്ക്, അതായത് കുറച്ച് നമ്മൾ വാക്കിംഗ് ഓൺ ടോസ് എന്ന് പറയും, ഹീല് എപ്പോഴും നിലത്ത് മുഴുവനായിട്ട് മുട്ടാതെയുള്ള ഒരു നടത്താണ് ഉണ്ടാവുന്നത്. ഇതിൽ തന്നെ വരുന്നതാണ് ഈ ആം സ്വിങ് എന്ന് പറയുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ സ്റ്റൂപ്ഡ് പോസ്റ്ററും ഇതിനോടനുബന്ധിച്ചുണ്ടാവാറുണ്ട്. പിന്നെ ഫെസ്റ്റിനേറ്റിംഗ് ഗെയിറ്റ് എന്ന് പറയുന്ന ഒരു നടത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ സൂചിപ്പിക്കുന്നത് ഡിസ്റ്റൻസ് കുറയും. നമ്മൾ ചെറിയ ചുവടുകളായിരിക്കും, വലിയ ചുവടുകൾ എടുത്തു വെക്കാൻ നമുക്ക് സാധിക്കില്ല. ഒപ്പം തന്നെ സ്പീഡ് കൂടും. ഇപ്പം നമ്മൾ ഇതിൽ ചിലവർ പറയാറുണ്ട് സ്പീഡ് കുറയുന്നൊരവസ്ഥയുണ്ട്, സ്പീഡ് കൂടുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഫെസ്റ്റിനേറ്റിംഗ് ഗെയിറ്റിൽ ചെറിയ സ്റ്റെപ്പുകളാവുകയും ആ സ്റ്റെപ്പുകൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ചേസിങ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് നമ്മൾ ശരിക്കും അതിനെ പറയാറുള്ളത്. അതുപോലെ തന്നെ നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അവർക്ക് ഫോർവേഡ് ടങ് ഫ്ലെക്ഷൻ കുറച്ച് സാധാരണയായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് എക്കനൈസി, ഫ്രീസിങ് ഓഫ് ഗേറ്റ് എന്ന് പറയും. നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇത് കുറച്ച് അഡ്വാൻസ്ഡ് പാർക്കിൻസൺസ് ഡിസീസിൽ കാണുന്ന ഒരു രോഗലക്ഷണമാണ് ഫ്രീസിങ് ഓഫ് ഗേറ്റ്, FOG, ഫോഗ് അല്ലെങ്കിൽ എക്കനൈസി എന്ന് പറഞ്ഞ്. അതായത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തീരെ മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഫ്രീസ് ആയി പോകുന്ന ഒരവസ്ഥ വരും. അതായത് പേഷ്യൻ്റ് പറയുന്നത് കാല് നിലത്ത് ഒട്ടിച്ച് വെച്ച പോലെ കാലെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും എന്നാണ് പേഷ്യൻ്റ് നമ്മളോട് പറയാറുള്ളത്. ഇത് ട്രിഗർ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ടേണിങ്ങിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് പോകുമ്പോൾ, ഡോർവേസ്, ഇപ്പോൾ ചെറിയ നാരോ പാത്വേ പോലെയുള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ കുറച്ച് ക്രൗഡായിട്ട് കുറേ ആൾക്കാരുള്ള സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോഴൊക്കെയാണ് ഇതുണ്ടാവാറുള്ളത്. ഇതൊരു അഡ്വാൻസ് സ്റ്റേജിലാണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ വീഴ്ചകൾ ഉണ്ടല്ലോ പാർക്കിൻസൺ ഡിസീസിൽ, ആ വീഴ്ചകൾക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഫ്രീസിങ് ഓഫ് ഗേറ്റ് അല്ലെങ്കിൽ എക്കൈനേസിയ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള, നേരത്തെ ഞാൻ സൂചിപ്പിച്ച സ്റ്റാർട്ട് ഹെസിറ്റേഷൻ, അതായത് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് കാല് എടുത്ത് വെച്ച് നടന്ന് തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്. അത് ഒരു സിംഗിൾ കളർ ഫ്ലോർ ആണെങ്കിൽ അത് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ഇവർക്കൊരു ടാർഗറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. അപ്പോൾ പല പേഷ്യൻസും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട പല പേഷ്യൻസ് എന്നോട് പറഞ്ഞു, സാർ എന്തെങ്കിലും ടാർഗറ്റ് ഫ്രണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു കെയർ ഗിവേഴ്സൊക്കെ ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു ചെരുപ്പോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കണം. ഒരു സ്റ്റാർട്ട് ഹെസിറ്റേഷൻ എന്ന് പറയും. പിന്നെ നമ്മളൊരു ടേൺ ചെയ്യുന്ന ഒരു സമയത്ത് എൻബ്ലോ ടേണിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ശരീരം മുഴുവനായിട്ട്, ഇപ്പം നമ്മളൊരു കാല് മാത്രം എടുത്ത് വെച്ചിട്ടാണല്ലോ, ഇത് അങ്ങനെയല്ല, പൊതുവെ മൊത്തത്തിൽ ശരീരം മൊത്തത്തിൽ തിരിയുന്ന രീതിയിലാണ് എൻബ്ലോ ടേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന TRAPയിലെ ഏറ്റവും അവസാനത്തെ പോസ്ചർ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു ടിപ്പിക്കൽ പാർക്കിൻസൺസ് ഡിസീസ് പേഷ്യൻറ്റിൻ്റെ പോസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല. ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട് ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല, കുറച്ച് ബെൻഡായിട്ടായിരിക്കും അവരുടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഹിപ്പ് ഏരിയയും ചെറിയൊരു ബെൻഡിങ് ഉണ്ടായിരിക്കും. ഷോൾഡർ ഫ്രണ്ടിലേക്ക് ബെൻഡായിട്ടായിരിക്കും. ഈ കൈകൾ രണ്ടും മുഴുവൻ നിവർത്താൻ പറ്റാത്ത ഒരു പൊസിഷനായിരിക്കും. ഈ ട്രങ്ക്, കഴുത്ത് ഒന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയ പോലെ ഇരിക്കും. അപ്പം നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി, അതൊരു ടിപ്പിക്കൽ പാർക്കിൻസൺ ഡിസീസ് ഉള്ള ഒരു പേഷ്യൻ്റ് അത്തരത്തിലായിരിക്കും വരുന്നത്. ഇതൊക്കെ ആദ്യകാലത്ത് ലക്ഷണങ്ങളായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഒരു അഡ്വാൻസ് സ്റ്റേജിലാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ലക്ഷണങ്ങൾ പറഞ്ഞു പോയപ്പോൾ ഗ്രോസ് മോട്ടോർ ഫംഗ്ഷൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു പോയപ്പോൾ എല്ലാം പറഞ്ഞു പോയെന്നുള്ളൂ. അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു മെയിൻ രണ്ടായിട്ട് നമ്മൾ നേരത്തെ വേർതിരിച്ചല്ലോ, ഗ്രോസ് മോട്ടോർ മൂവ്മെൻറ്റും ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റും.
അപ്പം ഈ ഫൈൻ മോട്ടോർ മൂവ്മെന്റിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളെന്ന് നമുക്ക് നോക്കാം. പാർക്കിൻസൺസ് ഡിസീസിലെ ഫൈൻ മോട്ടോർ മൂവ്മെന്റിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അധികമായിട്ട് കാണുന്ന ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സിഗ്നേച്ചർ ഡിഫിക്കൽറ്റിയാണ്. അതായത് നമ്മൾക്ക് നമ്മുടെ എഴുത്തിൻ്റെ നമ്മുടെ അക്ഷരങ്ങളുടെ വലിപ്പം ചെറുതായി പോകുന്നൊരവസ്ഥയാണ് വരുന്നത്. ക്രമേണ പിന്നീട് അത് ഒരു ലൈൻ പോലെയൊക്കെ ആവുന്നു, വളരെ വളരെ ചെറിയ അക്ഷരങ്ങളാവുന്നു. സിഗ്നേച്ചർ പോലെയുള്ള നമുക്ക് നമ്മുടെ സിഗ്നേച്ചറൊക്കെ ഇപ്പോൾ പല പേഷ്യൻസും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം കണ്ടിരുന്ന രോഗലക്ഷണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ബാങ്കിൽ ഞാൻ കൊടുത്ത ചെക്ക് ബൗൺസായി. അപ്പോൾ എന്ത് കാരണം കൊണ്ട് എൻ്റെ സിഗ്നേച്ചർ ഡിഫറൻ്റ് ആണ് ബാങ്കിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ അതാ പറഞ്ഞാൽ സിഗ്നേച്ചർ ഡിഫറൻ്റ് ആയിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് മൈക്രോഗ്രാഫിയ എന്നാണ് നമ്മൾ പറയുന്നത്, സ്മോൾ ഹാൻഡ് റൈറ്റിംഗ് വരുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മുടെ ഈ വിരലുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കൈപ്പത്തിയിലെ മസിൽസ് കൊണ്ട്, തീനാർ മസിൽസ് പോലെയുള്ള മറ്റു മസിൽസ് കൊണ്ട് ചെയ്യുന്ന ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ ഈ ഫൈൻ മോട്ടോർ മൂവ്മെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കൈ കൊണ്ടാണല്ലോ നമ്മൾ എഴുതും ഒപ്പിടുകയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിൽ വരുന്നത്. അടുത്തൊരു കാര്യം തന്നെ ബട്ടണിങ് ആൻഡ് സിബിങ്. നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺ ഇടാനോ അല്ലെങ്കിൽ ഒരു സിബ് ഇടാനോ, അപ്പോൾ അതൊക്കെ നമ്മൾ വിരലുകൾ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിരലുകൾ കൊണ്ട് ചെയ്യുന്ന ആ ഒരു സംഭവം വരുന്നതിനൊക്കെ ഈ പറയുന്ന ഫൈൻ മോട്ടോർ മൂവ്മെന്റ്സ് വരും. ഭക്ഷണം എടുത്ത് കഴിക്കുക, ചപ്പാത്തി പോലുള്ള ഭക്ഷണങ്ങൾ വിരലുകൾ കൊണ്ടാണ് നമ്മൾ പൊട്ടിച്ച്, അതിനൊക്കെ വളരെ ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാർക്കിൻസൺ പേഷ്യൻ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിൽ അവരുടെ പ്ലേറ്റിൻ്റെ ചുറ്റോറും അവരുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ഡ്രസ്സ് ഈ ഫുഡ് പോയി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇംപയേർഡ് ഫിംഗർ ഡെക്സ്റ്ററിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ കോയിൻസ്, പിൻസ് നിലത്തിനോട് ചേർന്ന് മേശപ്പുറത്തോ അല്ലെങ്കിൽ നിലത്തോ അതിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിൽ ഈ പറയുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന ഒരു കാര്യമാണ് ഇംപെയർഡ് ഫിംഗർ ഡെക്സ്റ്ററിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം റെഡ്യൂസ്ഡ് ഫിംഗർ ടാപ്പിംഗ് ആൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ്. ഇപ്പം നമ്മൾ ഹാൻഡ് ടാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ടാപ്പ് ചെയ്യാൻ നമ്മൾ പറയാറുള്ളത്. നമ്മളൊരു പാർക്കിൻസൺ പേഷ്യൻറ്റിനോട് നമ്മൾ ടാപ്പ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട് 3ഉം 4ഉം 5ഉം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. കറക്റ്റായിട്ട് അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് പറയില്ല. അപ്പോൾ അതിനെയാണ് ടാപ്പിങ്ങും ഹാൻഡ് മൂവ്മെന്റ്സും. പിന്നെ നമ്മൾ ട്രെമേഴ്സ് നോക്കാനായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ പറയേണ്ടത്, അതൊക്കെ അവർക്ക് ആ സമയത്തൊക്കെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിനെയാണ് ഫിംഗർ ടാപ്പിംഗ് ആൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ്. ഇത് നമ്മൾ കൈകൾക്ക് മാത്രമല്ല കാലുകൊണ്ട് നമ്മൾ ടോ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോഴും അവർക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ റിതം കറക്റ്റായിട്ട് കിട്ടാറില്ല. ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ഡ്രോയിങ് ഡിഫിക്കൽറ്റി ഞാൻ മെൻഷൻ ചെയ്തു. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പടം വരയ്ക്കുക, അപ്പോൾ നമ്മൾ സാധാരണ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇങ്ങനെ വട്ടം ഇങ്ങനെ വലിയ വട്ടാക്കി പറയാറുണ്ട്. അപ്പോൾ അത് അവർക്ക് ഇങ്ങനെ ഭയങ്കര ഡ്രാഗ് ചെയ്ത് പോകുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ പറയുന്ന ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അടുത്ത ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് ഫേഷ്യൽ ആൻഡ് ഹാൻഡ് എക്സ്പ്രസീവ്നെസ് എന്ന് പറയും. അതായത് ഫേഷ്യൽ മാസ്കിങ്, ഹൈപ്പോമിമിയ എന്ന് പറയും. മുഖത്ത് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല ടിപ്പിക്കൽ പാർക്കിൻസൺ ഡിസീസ് പേഷ്യൻറ്റിൽ അല്ലെങ്കിൽ പാർക്കിൻസോണിസം റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൽ. മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫേഷ്യൽ മസിൽസ് എല്ലാം സ്റ്റിഫ് ആൻഡ് റിജിഡിറ്റി ഉള്ളത് കൊണ്ടാണ് അവർക്ക് എക്സ്പ്രഷൻസ് വരാതിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കാണണം. അത് റെഡ്യൂസ്ഡ് ബ്ലിങ്കിങ്, കണ്ണ് എപ്പോഴും ചിലപ്പോൾ ഒന്നിങ്ങനെ സ്റ്റെയർ ചെയ്ത് ഇങ്ങനെ തുറച്ച് നോക്കുന്നത് പോലെ അവരെ ബ്ലിങ്കിങ്, കണ്ണടച്ച് തുറക്കുന്നത് വളരെ കുറഞ്ഞ് കാണാറുണ്ട്. അതുപോലെ ഹാൻഡ് ഗെസ്റ്റർ, ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കൈകൾ ഇങ്ങനെ ആക്കിയിട്ടും പല രീതിയിലും നമ്മൾ ചൂണ്ടിയിട്ടും ഒക്കെ സംസാരിക്കില്ലേ, അത്തരത്തിൽ ഹാൻഡ് ഗെസ്റ്റേഴ്സ് ഒന്നും ഇല്ലാതെ തീരെ ഇണങ്ങാത്ത ഇരിക്കുന്ന ഒരവസ്ഥയും സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമുക്ക് കാണുന്ന നമ്മുടെ മോട്ടോർ മൂവ്മെന്റ്സ്, അതായത് പ്രകടമായിട്ട് പാർക്കിൻസൺസ് രോഗത്തിൽ പ്രകടമായി കാണുന്ന രോഗലക്ഷണങ്ങൾ. അത് പ്രധാനമായിട്ടും രണ്ട്: ഗ്രോസ് മോട്ടോർ മൂവ്മെന്റ്, ഫൈൻ മോട്ടോർ മൂവ്മെന്റ്. അതാണ് ഇത്ര നേരം വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു സെഷൻ ഡോക്ടർ നീതു ആണ് ഡെലിവറി ചെയ്യുന്നത്. നോൺ മോട്ടോർ മൂവ്മെന്റ്സ്. എൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ
പ്രകടമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നത് 40 മുതൽ 50% സബ്സ്റ്റാൻഷ്യ നൈഗ്ര സെൽസ് ഗ്രാജ്വലി ഡീജനറേറ്റ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പ്രകടമായിട്ട് രോഗലക്ഷണങ്ങൾ മോട്ടോർ സിംറ്റംസ് കാണുന്നത്. എന്നാൽ നോൺ മോട്ടോർ സിംറ്റംസ് സ്വാഭാവികമായിട്ടും വെരി ഏർലി സ്റ്റേജിൽ ആൽഫ സിനുക്ലിയ പോലെയുള്ള സംഭവങ്ങൾക്ക് ഡെപ്പോസിഷൻ കൊണ്ട് ഉള്ള രോഗലക്ഷണങ്ങളാണ് നോൺ മോട്ടോർ മൂവ്മെന്റ്സ്. അപ്പം നോൺ മോട്ടോർ മൂവ്മെന്റ്സ് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കി ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഞ്ചിവിറ്റിയും ക്വാളിറ്റി ഓഫ് ലൈഫും എല്ലാം നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ ആ നോൺ മോട്ടോർ മൂവ്മെന്റ്സിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ നീതു നമ്മളോട് വിശദമായിട്ട് സംസാരിക്കും. ഓവർ ടു യു ഡോക്ടർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പാർക്കിൻസൺസ് രോഗം സാധാരണയായിട്ട് ഒരു ചലന രോഗമായിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ഡോക്ടർ വിജിത്ത് മുൻപേ പറഞ്ഞ പോലെ നമ്മുടെ കൈകാലിന്റെ വിറയല് അല്ലെങ്കിൽ നടക്കുന്നതിലുള്ള സ്ലോനെസ്, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന റിജിഡിറ്റി തുടങ്ങിയ മോട്ടോർ ലക്ഷണങ്ങൾക്കാണ് കൂടുതലായിട്ടും ശ്രദ്ധ നൽകുന്നത്. എന്നാൽ ഈ പാർക്കിൻസൺസ് രോഗത്തില് ചലനവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ നോൺ മോട്ടോർ ലക്ഷണങ്ങൾ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഈ നോൺ മോട്ടോർ ലക്ഷണങ്ങൾ അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ രോഗവുമായിട്ട് ബന്ധപ്പെടുത്തി തിരിച്ചറിയാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ പാർക്കിൻസൺസ് രോഗത്തിൽ കാണുന്ന പ്രധാന നോൺ മോട്ടോർ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാനിവിടെ വിശദമാക്കുന്നത്. ഏകദേശം ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു 16 ലക്ഷണമാണ് പ്രധാനമായിട്ട് ഞാനിവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ പാർക്കിൻസൺ ഡിസീസ്, അതായത് ബൗദ്ധികപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതില് ബൗദ്ധിക മാറ്റങ്ങൾ അഥവാ തിങ്കിങ്, നമ്മുടെ മെമ്മറി, ഡിസിഷൻ മേക്കിംഗ് ഇവയിലുണ്ടാവുന്ന മാറ്റങ്ങളാണ്. അതില് ആദ്യം തന്നെ ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തത പറയാം. എല്ലാ പാർക്കിൻസൺ രോഗികൾക്കും ഈ പറയുന്ന കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ഉണ്ടാകണമെന്നില്ല. പക്ഷെ വളരെ വലിയ ഒരു ശതമാനം ആളുകളില് രോഗം നീണ്ടു നിൽക്കുമ്പോൾ ചെറിയതോ വലുതോ ആയിട്ടുള്ള ബൗദ്ധിക മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. സാധാരണ ഈ പേഷ്യൻസിന്റെ കൂടെ വരുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സ് പറയും, ഡോക്ടറെ മറവിയാണ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചിന്തിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് എന്നുള്ളത്. അത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈ പാർക്കിൻസൺസ് രോഗത്തില് കൈകാലുകളുടെ ചലനം മന്ദഗതിയിലാകുന്നതിന് നമ്മൾ ബ്രേഡിക്കനേസിയ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചിന്തിക്കുന്നതിന് അല്ലെങ്കിൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന്, തീരുമാനത്തിലേക്ക് എത്തുന്നത്, ഇതൊക്കെ മന്ദഗതിയിലാവുമ്പോൾ അതിനെ ബ്രാഡിഫ്രെനിയ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ അതൊരു ബുദ്ധിയുടെ കുറവല്ല, പക്ഷെ അതൊരു പ്രോസസ്സിംഗ് സ്പീഡ് കുറയുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ TV കണ്ടോണ്ടിരിക്കുകയാണ്. പാർക്കിൻസൺസ് രോഗി TV കണ്ടോണ്ടിരിക്കുമ്പോൾ ആ രോഗിയോട് ഒരാള് സംസാരിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടി ശ്രദ്ധിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെങ്കിൽ പണ്ട് അവർക്ക് മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇതില് പാർക്കിൻസൺസിൽ സാധാരണയായിട്ട് കാണുന്നത് അറ്റൻഷൻ ആൻഡ് വർക്കിംഗ് മെമ്മറി ഇമ്പയർമെന്റ് ആണ്. അതായത് ഒരു കാര്യത്തിൽ മനസ്സ് അവർക്ക് നിർത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കാനുള്ള പ്രയാസമൊക്കെയാണ് ഈ പറയുന്ന അറ്റൻഷൻ ആൻഡ് വർക്കിംഗ് മെമ്മറി ഇമ്പയർമെന്റിൽ കാണുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ അവർക്ക് അതിന്റെ ഇമ്പയർമെന്റ് വരുന്നു. അതായത് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ക്രമത്തിൽ നടത്തുക, തീരുമാനങ്ങൾ എടുക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഈ ഉള്ള കാര്യങ്ങളിലൊക്കെ ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബില്ല് അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോകണം, ഇതൊക്കെ ശരിയായ ക്രമത്തിൽ അവർക്ക് ആലോചിക്കാൻ കൂടുതൽ സമയമെടുക്കും എന്നുള്ളത്. മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വോസ്പാറ്റിയൽ പ്രശ്നങ്ങൾ, അതായത് ദൂരം കണക്കാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇപ്പൊ അവര് വണ്ടി ഓടിച്ചു പോകുമ്പോൾ വഴി തെറ്റുന്നു, അല്ലെങ്കിൽ പാർക്കിംഗ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഒരു പാർക്കിൻസൺസ് രോഗികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 20 തൊട്ട് 50% ആൾക്കാരെങ്കിലും ഈ തരത്തിലുള്ള മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്സ് കാണാറുണ്ട്.
മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മരുന്നുകളുടെ, അതായത് പാർക്കിൻസൺസ് രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമായിട്ടും ഇവർക്ക് ഈ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ കോൺസെൻട്രേഷനിലുള്ള കുറവോ ഒക്കെ ഉണ്ടായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ഉണ്ടാവുന്നത് അത് നമുക്ക് നോക്കാം. അതായത് ഈ തലച്ചോറിലുള്ള ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ഉണ്ടാകുന്നത്. ഇപ്പൊ ഡോപ്പമിൻ മാത്രമല്ല, സെറാട്ടോണിൻ പറയുന്ന പ്രോട്ടീൻ, അത് നമ്മുടെ ചിന്തയ്ക്കും ഓർമ്മയ്ക്കും ഒക്കെ ഉത്തരവാദികളായിട്ടുള്ളതാണ്. അത് ഈ തലച്ചോറിന്റെ ഭാഗങ്ങളിൽ കണ്ടുവരുമ്പോൾ അതും ഈ പറയുന്ന കോഗ്നിറ്റീവ് ഇമ്പയർമെന്റിന് കാരണമാകുന്നുണ്ട്. ചിലപ്പോഴും ചെറിയ സ്ട്രോക്കുകൾ, അതേപോലെ തന്നെ രക്തചംക്രമണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൽഷിമേഴ്സ് രോഗമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പറയുന്ന കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ഉണ്ടാകുന്നു. അടുത്തതായിട്ട് സ്ട്രെസ്സിനെ കുറിച്ചാണ്, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് പറയപ്പെടുന്നതാണെങ്കിലും ഏറ്റവും കുറച്ച് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ പ്രഷർ ഒക്കെ നേരിടുമ്പോൾ ശരീരം കാണിക്കുന്നത്. അപ്പൊ ഈ സ്ട്രെസ് കൂടുമ്പോൾ നമ്മളുടെ അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ റിലീസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തെ ഒരു ഫൈറ്റ് ഫ്ലൈസ് ഫ്രീസ് മോഡിലോട്ട് തയ്യാറാക്കും. സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്ട്രെസ് ഉണ്ടായിരിക്കും. എങ്കിൽ പോലും നമ്മൾ 3 തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് അക്യൂട്ട് സ്ട്രെസ്, രണ്ടാമത്തത് എപ്പിസോഡിക് അക്യൂട്ടിക് സ്ട്രെസ്, അടുത്തത് ക്രോണിക് സ്ട്രെസ്. അതിലെ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നത്, അതായത് ഒരു ചെറിയൊരു കാലം മാത്രം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്, അതായത് പരീക്ഷയ്ക്ക് മുൻപ് ഉണ്ടാകുന്ന ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു ജോലിയിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു സമ്മർദ്ദം, ഇതൊക്കെയാണ് അക്യൂട്ട് സ്ട്രെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എപ്പിസോഡിക് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അക്യൂട്ടിക് സ്ട്രെസ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ, അതായത് ഒരു ഓവർ കമ്മിറ്റ്മെന്റ്, മൾട്ടി ടാസ്കിങ്, ഓവർ തിങ്കിങ് എന്നിവ വരുന്നതിനെയാണ് നമ്മൾ എപ്പിസോഡിക് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് ദീർഘകാലം തുടരുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ട്രെസ്സാണ് ഈ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നത്, കുടുംബ തർക്കങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് ഒക്കെ ഉണ്ടാവുന്നതാണ് അതുമൂലം ഉണ്ടാകുന്നതാണ് ഈ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് BP കൂടാം, പ്രമേഹം നമ്മുടെ നിയന്ത്രണത്തിൽ വരാതിരിക്കാം, നമ്മുടെ ഡൈജഷനെ ബാധിക്കാം, ഇമ്മ്യൂണിറ്റിയെ ബാധിക്കാം, സ്ലീപ്പിനെ ബാധിക്കാം. ബ്രെയിനിലെ ഇമ്പാക്ട് നോക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ നമുക്ക് കുറവുണ്ടാവാം, നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും. അങ്ങനെ ക്രമേണ അത് ബ്രെയിൻ ഡീജനറേഷനെ കൂട്ടിയിട്ട് അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസ് ഡിസീസ് പോലുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷനിലോട്ട് അത് മാറാനുള്ള സാഹചര്യവുമുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് 3ാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ മണവുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ. അതായത് നമ്മൾ പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് പഴയ പോലെ സ്മെല്ല് അറിയാൻ കഴിയുന്നില്ല, പണ്ടത്തെ പോലെ എനിക്ക് ചായയുടെയോ കാപ്പിയുടെയോ ഒന്നും മണം അറിയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ മണത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പാർക്കിൻസൺ ഡിസീസിന്റെ മോട്ടോർ സിംറ്റംസ് കാണുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചില പേഷ്യൻസിൽ കാണുന്നതാണ്. ഇനി ഈ മോട്ടോർ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോലും അത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മുഴുവനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഓക്കെ, അടുത്തതായിട്ട് കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. നമുക്കറിയാം പാർക്കിൻസൺസ് രോഗത്തിൽ കൈകാലുകൾക്കുണ്ടാകുന്ന അസാധാരണമായ ചലനങ്ങളാണെന്നുള്ളത്. അതേപോലെ തന്നെ കണ്ണിലും ഈ പറയുന്ന ചെറിയ ചലന പ്രശ്നങ്ങൾ, മൂവ്മെന്റ് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ സാധാരണ എന്താണ് പറയുന്നത്, പേഷ്യൻസ് പറയുന്നത് വെച്ചാൽ വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു, വരികൾ തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുന്നു, കണ്ണുകൾക്ക് വേഗം ക്ഷീണം ഉണ്ടാകുന്നു എന്നിങ്ങനെയുള്ള ചലന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പേഷ്യൻസ് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റ്സ് പ്രധാനമായിട്ടും 3 മൂവ്മെന്റ്സ് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസ്യൂട്ട് ഐ മൂവ്മെന്റ്സ് എന്നുള്ളത്, അതായത് ചലിക്കുന്ന ഒരു വസ്തുവിനെ കണ്ണുകൾ ഒരുമിച്ച് പിന്തുടരുന്നത്. അതായത് ഒരു കാർ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ കണ്ണ് അതിനെ പിന്തുടരുന്നത്, അത് വലതു നിന്ന് ഇടത്തോട്ടാവാം അല്ലെങ്കിൽ മുകളിൽ നിന്നും താഴോട്ടാവാം, ആ ഒരു മൂവ്മെന്റ്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കാറ്റിക് ഐ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് കണ്ണുകൾ വേഗത്തിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്ന ചലനം. അതായത് നമ്മളൊരു ബുക്ക് വായിക്കുകയാണ്, ബുക്ക് വായിക്കുമ്പോൾ ഒരു വരിയുടെ അവസാനം കഴിഞ്ഞ് അടുത്ത വരിയിലേക്ക്
കണ്ണിന്റെ മൂവ്മെന്റ്, അതിനെയാണ് നമ്മൾ സക്കാഡിക് ഐ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ പാർക്കിൻസൺസ് രോഗമുള്ള പേഷ്യൻസിൽ ഈ സക്കാഡിക് ഐ മൂവ്മെന്റ്സ് ചിലപ്പോൾ വേഗത്തിലാവാം, ചിലപ്പോൾ അത് മന്ദഗതിയിലും ആവാം. അപ്പോൾ അതിന്റെ ആ ഒരു മൂവ്മെന്റ്സ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, വരികളൊക്കെ തെറ്റിപ്പോവും. ചിലരിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സക്കാഡിക് മൂവ്മെന്റ് ഭയങ്കര വേഗത്തിലാവാം, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുമാകാം. അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ലിവാഡോപ്പ കൊണ്ടുള്ള ഡിസ്കൈനേസിയ ഉള്ള പേഷ്യൻസിൽ ഈ കണ്ണിന്റെ ചലനം വളരെ കൂടുതലും അല്ലെങ്കിൽ നിയന്ത്രണമില്ലാതെ ഇരിക്കും. അതും അവർക്ക് ഈ പറയുന്ന പോലെ വായനയ്ക്കും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കിയും കാണുന്നുണ്ട്. മൂന്നാമത്തെ ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത് വേർജൻസ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഒരു വസ്തു നമ്മൾ അടുത്ത് വരുമ്പോൾ രണ്ട് കണ്ണുകളും തമ്മിൽ ചേരുന്നു, കൺവേർജ് ആവണം. അതായത് നമ്മളിപ്പോ ഒരു മൊബൈൽ ഫോൺ എടുത്ത് പിടിച്ച് വായിക്കുമ്പോൾ കണ്ണുകൾ ശരിയായിട്ട് ചേരുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന വേർജൻസ് ഐ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർക്കിൻസൺസ് പേഷ്യൻസിൽ ഈ കൺവേർജൻസ് ഇൻസഫിഷ്യൻസി ഒക്കെ പറ്റാം. കണ്ണുകൾക്ക് വേദന ഉണ്ടാവാം, തലവേദന ഉണ്ടാവാം, ഡബിൾ വിഷൻ അതായത് രണ്ടായിട്ട് കാണാം, കണ്ണുകൾക്ക് വേഗം ക്ഷീണം ഉണ്ടാകാം, വാക്കുകൾ ഇങ്ങനെ ചലിക്കുന്നത് പോലെയൊക്കെ സാധാരണഗതിയിൽ കാണുന്നുണ്ട്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകളുടെ മൂവ്മെന്റ്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഏകദേശം 1 മിനിറ്റില് 16 മുതൽ 18 തവണ നമ്മളുടെ കണ്ണ് ചിമ്മുന്നുണ്ട്. പക്ഷെ പാർക്കിൻസൺസ് രോഗത്തില് ഈ കണ്ണ് ചിമ്മുന്ന പ്രവർത്തനത്തില് മാറ്റങ്ങൾ ഉണ്ടായി കാണുന്നുണ്ട്. ചിലപ്പോ ഇവരുടെ ബ്ലിങ്കിങ് ഭയങ്കര റെഡ്യൂസ് ആവും, അതായത് റെഡ്യൂസ്ഡ് ബ്ലിങ്കിങ് എന്നുള്ള ഒരു കണ്ടീഷൻ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കണ്ണിൽ എപ്പോഴും ഈർപ്പമുള്ളതായിട്ടിരിക്കും. അപ്പോൾ ബ്ലിങ്കിങ് കുറയുമ്പോൾ നമ്മുടെ കണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ട് വരും, കണ്ണ് കത്തുന്നത് പോലെ തോന്നും, മണല് കയറിയ ഒരു ഫീലൊക്കെ, അങ്ങനെയൊക്കെയാണ് സാധാരണ പേഷ്യൻസ് പറയാറുള്ളത്. ഇനി അധികമായിട്ട് കണ്ണ് ചിമ്മുകയാണെങ്കിൽ എന്താണ്, അതിനാണ് ബ്ലിഫറോസ്പാസം എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മസിലുകൾ അനിയന്ത്രിതമായിട്ട് ചുരുങ്ങുന്നത് കൊണ്ടാണ് കണ്ണ് അധികമായിട്ട് ചിമ്മുന്നത്. അങ്ങനെ വരുമ്പോൾ കണ്ണ് പെട്ടെന്ന് അടഞ്ഞു പോകാം, തുറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, ഇവയൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. അടുത്തൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തീരെ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെന്ന് പറയുമ്പോൾ ഈ കണ്ണിന്റെ മസിലിന്റെ പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല, തലച്ചോറ് കണ്ണ് തുറക്കാൻ ശരിയായ സിഗ്നൽ അയക്കാത്തത് കൊണ്ട് രോഗി എത്ര ശ്രമിച്ചാലും കണ്ണ് തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ കണ്ണിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി കണ്ണിനുള്ളിലുള്ള പ്രവർത്തനത്തിനെ പാർക്കിൻസൺസ് രോഗം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതില് കണ്ണിനുള്ളില് നമ്മുടെ റെറ്റിന, അത് ഡോപ്പമിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നാഡീകോശങ്ങൾ അതിലുണ്ട്. അപ്പൊ ഈ പാർക്കിൻസൺസ് രോഗത്തില് ഈ ഡോപ്പമിൻ കുറയുമ്പോൾ അത് കാഴ്ചയുടെ ഗുണമേന്മയെ അത് കുറയ്ക്കും. അതായത് വെളുപ്പും കറുപ്പും വ്യക്തമായിട്ട് വേർതിരിച്ചറിയാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും, നിറങ്ങൾ മങ്ങിയത് പോലെ തോന്നും, പ്രത്യേകിച്ച് നീല നിറവും മഞ്ഞ നിറവും ഒക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവർക്ക് വേറൊരു കാര്യം, വിഷ്വൽ ഹാലൂസിനേഷൻ, ഇല്ലാത്തത് കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട പാർക്കിൻസൺസ് രോഗിയിൽ കാണപ്പെടുന്നത്. അടുത്തത് ക്ഷീണം, അതായത് കൂടുതൽ പേഷ്യൻസും പറയാറുള്ളതാണ്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ ഒരു എനർജി കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ പാർക്കിൻസൺസ് രോഗികളിൽ ഏകദേശം ഒരു 3-ൽ ഒരാൾക്കെങ്കിലും ഈ പറയുന്ന ഒരു ലക്ഷണം സാധാരണയായിട്ട് കാണുന്നുണ്ട്. അതിൽ ക്ഷീണത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് പാർക്കിൻസൺസ് രോഗത്തിന്റെ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ശരീരാവസ്ഥ മോശമാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വിഷാദം, സ്ലീപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അതായത് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പാർക്കിൻസൺസ് രോഗവുമായി ബന്ധപ്പെട്ട ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് കൊണ്ടും ഈ ക്ഷീണം ഉണ്ടാവാം. അടുത്തതായിട്ട് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പ്രശ്നം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധം, അതായത് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ആണ് പ്രധാനമായിട്ടും കാണുന്നത്. പാർക്കിൻസൺസ് രോഗമുള്ളവരിൽ ഏകദേശം ഒരു 90% ആളുകൾക്കും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ശരീരത്തിൽ സ്വയം നടക്കുന്ന അതായത് നമ്മൾ ഓട്ടോണോമിക് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്, അത് മന്ദഗതിയിലാവുന്നതുകൊണ്ടാണ്. അതായത് നമ്മുടെ ഗട്ട് മൊബിലിറ്റി മന്ദമാകുമ്പോൾ മലം മുന്നോട്ട് പോകാൻ കൂടുതൽ സമയമെടുക്കും, അങ്ങനെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും.
അതേപോലെ തന്നെ ചില മരുന്നുകളുടെ, പാർക്കിൻസൺസിന് തന്നെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് നമുക്ക് മലബന്ധം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിന് സ്വന്തമായിട്ടൊരു നാഡീവ്യവസ്ഥയുണ്ട്. അതിനെ നമ്മൾ എൻഡറിക് നെർവസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗട്ടിനെ നമ്മൾ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ പാർക്കിൻസൺസ് രോഗത്തില് തലച്ചോറിനൊപ്പം നമ്മുടെ ഈ ഗട്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഡോക്ടർ മുന്നേ പറഞ്ഞ ആൽഫാസിൻ ന്യൂക്ലിയ എന്ന് പറയുന്ന പ്രോട്ടീന് നമ്മുടെ ഗട്ടിലുള്ള ലൈനിങ്ങിലെ നാഡികളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അതിന് ലിവി ബോഡീസ് ആയിട്ട് അത് രൂപപ്പെടുത്തും. ഈ ലിവി ബോഡീസ് സാധാരണയായിട്ട് ഒരു പ്രത്യേക ക്രമത്തിലാണ് നമ്മളിൽ കാണുന്നത്. ആദ്യം അത് നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയില്, പിന്നീട് ഭക്ഷണം പോകുന്ന അന്നനാളത്തില്, പിന്നെ നമ്മുടെ വയറ്റിലെ ചെറുകുടല്, വൻകുടല്, അവസാനമാണ് രക്തത്തിൽ എത്തുന്നത്. അങ്ങനെ ഈ ഒരു ക്രമത്തിൽ പോകുമ്പോൾ നമുക്ക് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, ഭക്ഷണം വയറിൽ ഒരുപാട് നേരം കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവാം, മലബന്ധമൊക്കെ ഉണ്ടാവാം. ഇതേപോലെ തന്നെ പറയുമ്പോൾ ലിവി ബോഡീസ് നമ്മുടെ ഈ കൈവിറയിലൊക്കെ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഗട്ടിലുണ്ടാവും. അങ്ങനെ വരുമ്പോൾ കുറെ പേഷ്യൻസിന്റെ സംശയമാണ്, ഈ പറയുന്ന പാർക്കിൻസൺസ് രോഗം ആദ്യം ഉണ്ടാകുന്ന ഗട്ടിലാണോ, ഇനി ഗട്ടിൽ നിന്നാണോ അത് ബ്രെയിനിലേക്ക് പോകുന്നത് എന്നുള്ളത്. അപ്പൊ അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു ആധുനിക സിദ്ധാന്തം നമ്മൾ പറയുന്നുണ്ട്. ബ്രാഗ് ഹൈപ്പോത്തിസിസ് എന്നാണ് അതിനെ പറയുന്നത്, അല്ലെങ്കിൽ വേഗസ് നെർവ് ഹൈപ്പോത്തിസിസ് എന്നുള്ളത്. ഇതനുസരിച്ച് ഈ ഗട്ടില് അടിഞ്ഞിട്ടുള്ള ഈ ലിവി ബോഡീസ് നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൽ എത്തുന്നു. അവിടെ നിന്ന് അത് മിഡ് ബ്രെയിനിലെത്തി അവിടെയുള്ള സബ്സ്റ്റാൻഷ്യ നൈഗ്രിയയിൽ എത്തുമ്പോഴാണ് നമ്മൾക്ക് മോട്ടോർ സിംറ്റംസ് ആയിട്ടുള്ള കൈവിറയല്, അല്ലെങ്കിൽ സ്ലോനെസ് ഓഫ് മൂവ്മെന്റ്സ്, മറ്റ് റിജിഡിറ്റി, ശരീരത്തിനുണ്ടാകുന്ന റിജിഡിറ്റി പോലുള്ള മോട്ടോർ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഗട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ പാർക്കിൻസൺ രോഗം ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഇനി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗ്യാസ്ട്രോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചില സമയത്ത് പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ ഈ സമയത്ത് മരുന്ന് എടുത്തിട്ട് അതിന്റെ ഒരു ഫലം എനിക്ക് കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലിവാഡോപ്പ പോലുള്ള മരുന്നുകൾ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിയിട്ടാണ് അത് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. അപ്പൊ ഈ ഗട്ട് മൊബിലിറ്റി ഓൾറെഡി ഇവർക്ക് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ മരുന്ന് നമ്മുടെ വയറ്റിൽ തന്നെ കിടക്കും, അത് ചെറുകുടലിൽ എത്തുന്നില്ല, അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ വരും. അപ്പോഴാണ് അത് ഡോസ് ഫെയിലിയർ ആയിട്ട് വരുന്നത്. ഇത് പല പേഷ്യൻസിലും അവരുടെ മോട്ടോർ ഫ്ലക്ച്വേഷൻസ് കൂടാൻ അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രോട്ടീൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഇഷ്യൂ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മൾ പേഷ്യൻസിനോട് പറയും. പക്ഷെങ്കിൽ ഓവറായിട്ട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ ലിവാഡോപ്പ ശരീരത്തിൽ കയറാനുള്ള ബുദ്ധിമുട്ട് ചിലരിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന മരുന്നിന്റെ ഫലം ശരിക്കായിട്ട് കിട്ടാണ്ട് വരും. അപ്പൊ നമ്മൾ പറയാറുണ്ട്, പ്രോട്ടീൻ പരമാവധി നമ്മൾ പകൽ സമയത്ത് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു ആനുപാതികമായിട്ടത് കഴിക്കാനോ പറയുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ് ആയിട്ട് പാർക്കിൻസൺ ഡിസീസിൽ പറയുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് നമുക്കുണ്ടാവുന്ന ചെറിയൊരു തലകറക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ കിടന്നിടത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബോധം പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് നമ്മളതൊരു ക്ഷീണമാണെന്നോ അല്ലെങ്കിൽ അത് പ്രായം കൊണ്ടാണോ എന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ അത് പാർക്കിൻസൺ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോജനിക് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ ആവാനുള്ള സാധ്യത ഉണ്ടാവാം. എന്താണ് ഈ ന്യൂറോജനിക് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ BP ലെവൽ എന്ന് പറയുന്നത് സാധാരണ നിലയിലായിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ട് രക്തം താഴോട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കാലുകളിലെത്തും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം പ്രവർത്തിച്ച് ഈ നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന കെമിക്കൽ കോൺസ്റ്റുവൻസ് പുറത്തു വന്ന് നമ്മുടെ രക്തക്കുഴലുകളെ ചുരുക്കി തലച്ചോറിലേക്ക് മതിയായിട്ടുള്ള രക്തം എത്തിക്കും. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ പാർക്കിൻസൺസ് പേഷ്യൻസിൽ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നില്ല. അതായത് നോറെപ്പിനെഫ്രിന് വേണ്ട രീതിയിൽ പുറത്തു വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തം എത്താണ്ട് അവിടെ രക്തസമ്മർദ്ദം പെട്ടെന്ന് ലെവല് കുറയുന്നു. ഇതിനെയാണ് നമ്മൾ ന്യൂറോജനിക് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പേഷ്യൻസിന് തലകറക്കം ഉണ്ടാവാം, കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നാം, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാണ്ടാവും, കാഴ്ച മങ്ങലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ NOH ആവണമെന്നില്ല.
ചിലപ്പോൾ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഹൃദയരോഗം കൊണ്ടോ, പനി കൊണ്ടോ, വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടോ ഒക്കെ ഈ പറയുന്ന ബോധക്ഷയം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണോ ഈ പറഞ്ഞ NOH ആണോ എന്ന് കൃത്യമായിട്ട് അത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടതായിട്ടുള്ളത്. അടുത്തായിട്ട് വേദന. നമ്മൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞായിരുന്നു, വേദന എന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേകമായിട്ടൊരു ലക്ഷണം പറഞ്ഞില്ലെങ്കിലും റിജിഡിറ്റി കൂടുതലുള്ള പേഷ്യൻസിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഇത് നമുക്കൊരു മോട്ടോർ ലക്ഷണമായിട്ട്, നോൺ മോട്ടോർ ലക്ഷണമായിട്ട് നമുക്ക് വേദനയെ പറയാം. എന്നാൽ പാർക്കിൻസൺസ് രോഗികളിൽ 40 മുതൽ 80% ആൾക്കാർക്ക് ഈ വേദന എന്ന് പറയുന്നത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമുക്കതൊരു സാധാരണ അസുഖം കൊണ്ടാണോ പാർക്കിൻസൺസ് കൊണ്ടാണോ എന്നുണ്ടാവുന്നു എന്നുള്ളത് അറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പാർക്കിൻസൺ പേഷ്യന്റിന് തോളിലൊരു വേദന വന്നു. ചിലപ്പോൾ ഡോക്ടർ പറയും അതൊരു ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ ഒരു ആർത്രൈറ്റിക് ഇഷ്യൂ ആണെന്ന് പറയും. പക്ഷെങ്കിൽ പിന്നീട് അതേ സൈഡിൽ തന്നെ ഒരു റെസ്റ്റ് ട്രമർ കാണുമ്പോഴാണ് അതൊരു ഓർത്തോപീഡിക് പ്രശ്നമല്ല, പാർക്കിൻസൺസ് മൂലമുള്ള റിജിഡിറ്റി, അതായത് മാംസപേശികളുടെ കാഠിന്യം മൂലമുള്ള വേദനയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ പീഡിയിലുള്ള വേദന ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മസ്കുലോസ്കെൽറ്റൽ പെയിൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മാംസപേശികള്, അസ്ഥിസന്ധികളെ സംബന്ധിച്ചുള്ള വേദന എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുതലെന്ന് പറയുന്നത് ഈ പീഡി മൂലമുള്ള റിജിഡിറ്റി കൊണ്ടാണ് മെയിൻ ആയിട്ട് അത് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ പറയുന്നത് ഡിസ്റ്റോണിക് പെയിൻ എന്ന് പറയുന്നത്, അതായത് അസാധാരണമായിട്ട് നമ്മുടെ മാംസപേശികൾക്ക് ചുരുക്കൽ ഉണ്ടാവുന്നത് കൊണ്ട് അങ്ങനെയുള്ള പെയിനാണ് നമ്മൾ ഡിസ്റ്റോണിക് പെയിൻ എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് ഡോപ്പമിന്റെ ലെവല് കുറയുമ്പോൾ, പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ നമ്മൾ കഴിച്ച മരുന്നിന്റെ ഡോസ് കുറയുന്ന സമയത്തോ ആയിരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ റാഡിക്കുലാർ പെയിൻ, അതായത് നെർവ് പെയിൻ എന്ന് പറയും. അത് നമുക്കൊരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലത്തെയുള്ള ഒരു വേദനയാണ്. അത് പീഡിയില്ലാത്ത പേഷ്യൻസിൽ അത് ഉണ്ടാവുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ സ്റ്റൂപ്ഡ് പോസ്ചർ അല്ലെങ്കിൽ സ്പൈനൽ അലൈൻമെന്റ് പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് കൂടുതലും PD പേഷ്യൻസിൽ ഈ നെർവ് പെയിന് ഉണ്ടാവുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പെയിൻ എന്ന് പറയുന്നത്, അത് തലച്ചോറിലോ സ്പൈനൽ കോഡിലോ പ്രവർത്തനത്തിലോ ഉള്ള തകരാറ് മൂലമുള്ള വേദനയാണ് സെൻട്രൽ പെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും സങ്കീർണമായിട്ടുള്ളതും ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള വേദനയാണ് ഈ സെൻട്രൽ പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഇത് ഏത് തരം പെയിൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാർഗം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു പെയിൻ ഡയറി സൂക്ഷിക്കാൻ പറയും. അതായത് ദിവസവും വേദന വരുന്ന സമയം, വേദന വർദ്ധിക്കുന്ന അല്ലെങ്കിൽ അത് കുറയുന്ന സാഹചര്യം എപ്പോഴാണെന്ന് മനസ്സിലാക്കിയാൽ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ശരിയായിട്ടുള്ള ഒരു രോഗനിർണയം നടത്താനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നൽകാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിത്വ മാറ്റങ്ങൾ, പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. അതായത് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് അവരുടെ ചിന്തിക്കുന്ന രീതി, വികാരങ്ങൾ, പെരുമാറ്റം, ലോകത്തെ കാണുന്ന സമീപനം, ഇവയിലൊക്കെ മാറ്റം ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറയും അയാൾ ഭയങ്കരമായിട്ട് മാറിപ്പോയി, പണ്ടത്തെ പോലെ അല്ല, പണ്ടത്തെ ആളല്ല, പണ്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഓടിച്ചാടി ചെയ്തിരുന്ന ഒരാളാണ്, ഇപ്പൊ ഒന്നും ചെയ്യാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്ന തലച്ചോറിന്റെ പ്രവർത്തനത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ പാർക്കിൻസൺസ് രോഗത്തില് ഈ പറയുന്ന ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ വ്യക്തിത്വത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അവർക്ക് അതിൽ താല്പര്യം കുറയാം, ആളുകളോട് ഇടപെടാൻ, ഒരു കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻസിൽ പങ്കെടുക്കാനോ ഒക്കെ ഒരു മടി കാണിക്കാം, ഭാവിയെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷ അവർക്ക് കുറയാം. അങ്ങനെ എല്ലാം ഒരു നെഗറ്റിവിറ്റി ആയിട്ട് അത് മാറാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു സ്വഭാവമുള്ള ഒരാളുടെ വ്യക്തി ജീവിതം എപ്പോഴും അതേപോലെ പിന്തുടരണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പേഷ്യന്റ് ആയാലും പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും. പക്ഷെങ്കിൽ പാർക്കിൻസൺസ് രോഗത്തിൽ വിറയൽ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് രോഗം കൊണ്ട് മാറിയിട്ടുള്ള ഈ ഒരു പുതിയ വ്യക്തിയെ മനസ്സിലാക്കി, അതൊരു പുതിയ വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ആ ആളെ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത്, രോഗിയും അത് സ്വീകരിക്കുക, അതേപോലെ അവരെ കെയർ ടേക്ക് ചെയ്യുന്നവരും സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നത് കൂടെയാണ്. അടുത്തായിട്ടുള്ളത് സൈക്കോസിസ് എന്ന് പറയുന്നത്, അതായത് ഈ രോഗത്തിന്റെ ഭാഗമായിട്ട് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും കാണാറുണ്ട്. അതിലെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പൊ സൈക്കോസിസ് എന്ന് പറയുമ്പോൾ രോഗിയുടെ മനസ്സിൽ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ അനുഭവപ്പെടുന്ന ഒരവസ്ഥ. അത് രണ്ട് കാര്യങ്ങളാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. ഒന്ന് ഹാലൂസിനേഷനും ഒന്ന് ഡെല്യൂഷനും. ഹാലൂസിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത്. അതായത് ആരോ അവിടെ നിൽക്കുന്നു,
അല്ലെങ്കിൽ അവിടുന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു, പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നു, എന്നെ ആരോ വിളിക്കുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പേഷ്യൻസ് പറയുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹാലോസിനേഷൻ, വിഷ്വൽ ഹാലോസിനേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെല്യൂഷൻ, അതായത് യാഥാർത്ഥ്യമല്ലാത്ത ചില വിശ്വാസങ്ങൾ അവരെ ഉറച്ചങ്ങ് വിശ്വസിക്കും. അതായത് അവര് ഉദാഹരണം പറയുകയാണെങ്കിൽ അയാൾ എന്നെ പിന്തുടരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്, എൻ്റെ എന്തൊക്കെ സാധനങ്ങളൊക്കെ അവർ മോട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഈ പാർക്കിൻസൺസ് രോഗിയിലെ ഒരു പകുതിയിലധികം ആൾക്കാർ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന സൈക്കോസിസ് ഏതെങ്കിലും തരത്തിൽ അവര് അനുഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അത് പ്രധാനമായിട്ട് അതിന്റെ 2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പാർക്കിൻസൺസ് രോഗം മൂർച്ഛിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഈ പറയുന്ന ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവാം. രണ്ടാമത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡോപ്പമിൻ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ടും, അതായത് ഡോപ്പമിൻ കൂടുതലാകുമ്പോൾ ആ ഒരു സമയത്തും ഈ പറയുന്ന സൈക്കോസിസ് ഉണ്ടായിട്ട് കാണുന്നുണ്ട്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ കൺസേൺസ്, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ PD പേഷ്യൻസിൽ. അത് സാധാരണയായിട്ട് അവരോ അവരുടെ കുടുംബാംഗങ്ങളോ തുറന്ന് സംസാരിക്കാൻ മടിയുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പാർക്കിൻസൺസ് രോഗികൾക്ക് പലപ്പോഴും സെക്ഷൽ ഡിസയർ വളരെ കുറഞ്ഞു കാണാറുണ്ട്. അതായത് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്ന പല കാര്യങ്ങളിൽ അവർക്ക് ആഗ്രഹം അവർക്ക് പറയുന്നുണ്ട്. അത് അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് ആയതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു കാരണം പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ രോഗത്തിലെ ഡോപ്പമിൻ കുറയുമ്പോൾ നമ്മുടെ ചലനത്തെ മാത്രമല്ല, നമ്മുടെ സെക്ഷൽ ഡിസയറിനെയും അതിനോടുള്ള പ്രതികരണത്തെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ അവരുടെ ശരീരം റിജിഡായിട്ട് ഇരിക്കുന്നത്, അവരുടെ മൂവ്മെന്റ്സ് സ്ലോ ആവുന്നത്, വേഗം ക്ഷീണം തോന്നുന്നത് ഒക്കെ അവരുടെ സെക്ഷൽ ഡിസയറിനെ അത് ബാധിക്കാറുണ്ട്. ഇപ്പൊ പുരുഷന്മാരിലാണെങ്കിൽ ഉദ്ധാരണം ലഭിക്കാനോ അല്ലെങ്കിൽ അത് നിലനിർത്താനോ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. സ്ത്രീകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള, അതായത് ഇവർക്ക് ഈ രോഗം മൂലം ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ട് അതിനുള്ള താല്പര്യം കുറയാം. എന്നാൽ ചില സാഹചര്യത്തിൽ തിരിച്ചുണ്ടാവും. ഈ നമ്മൾ പാർക്കിൻസൺ ഡിസീസിന് കൊടുക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് അത്യധികമായിട്ടുള്ള സെക്ഷൽ ഡിസയറും ചില പേഷ്യൻസിൽ കാണാറുണ്ട്. അത് എന്ന് പറയുന്നത് അത് വളരെ കുറച്ച് പേരിലാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അത് രോഗി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല, ആ മരുന്നിന്റെ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ കൊണ്ടും ഈ സെക്ഷൽ ഡിസയറിനെ അത് ബാധിക്കാറുണ്ട്. ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവുണ്ടാവാം, വിഷാദം കൊണ്ടുണ്ടാവാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമല്ല, ഇവരെ ചികിത്സിക്കുന്ന അവരുടെ പങ്കാളി, ഭാര്യയായാലും ഭർത്താവിനായാലും ഈ പറയുന്ന ഈ ഡിസയർ കാലക്രമേണ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് തോന്നുകയാണെങ്കിൽ ഡോക്ടറോട് അത് തുറന്ന് സംസാരിക്കുക. മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്കത് മാറ്റാൻ സാധിക്കുന്നതാണ് അതിന്റെ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കപ്പിൾസ്, അതായത് ദമ്പതികൾ തമ്മിലുള്ള തുറന്ന ആശയവിനിമയവും ഈ ഒരു കാര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അടുത്തതായിട്ടുള്ളത് നമ്മുടെ സ്ലീപ്പ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ രാത്രി എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും വിശ്രമം കൊടുക്കുന്ന ഒരു സമയമാണ്. പക്ഷെ എങ്കിൽ പാർക്കിൻസൺസ് രോഗമുള്ള പലർക്കും ഈ പറയുന്ന രാത്രി വിശ്രമം കൊടുക്കുന്നതിന് പകരം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം മാറുന്നില്ല എന്നുള്ള പരാതികളൊക്കെ സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പാർക്കിൻസൺസ് രോഗമുള്ളവർ സാധാരണ ഒരു 4 to 5 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത്. അതായത് അവരുടെ അതേ പ്രായമുള്ള ഈ അസുഖമില്ലാത്തവരെ അപേക്ഷിച്ച് അവരുടെ ഒരു സാമാന്യമുള്ള ഒരു സമയം എന്ന് പറയുന്നത് 4 to 5 മണിക്കൂർ വരെയാണ്. സാധാരണയായിട്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഉറങ്ങി തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ചിലർക്ക് ഉറക്കം വരും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവർ ഉണരും. പിന്നെ ചിലരെന്ന് പറഞ്ഞാല് ഉറക്കത്തിനിടെ അവർക്ക് ശ്വാസം തടസ്സപ്പെടുന്നു, സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ആങ്സൈറ്റിയോ കൊണ്ടോ ഉറങ്ങാൻ പറ്റാതിരിക്കും. ചിലപ്പോൾ മരുന്നുകൾ സമയം തെറ്റി കഴിക്കുന്നത് കൊണ്ട് ഉറക്കത്തിന് മുടക്കം ഉണ്ടാവും. അല്ലെങ്കിൽ പലതവണ മൂത്രം ഒഴിക്കാൻ, അത് ചിലപ്പോൾ മൂത്രാശയ അണുബാധ കൊണ്ടുണ്ടാവാം, പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് കൊണ്ടുണ്ടാവാം, ഡയബറ്റിക് ഇഷ്യൂസ് കൊണ്ടാവാം. അപ്പൊ അങ്ങനെ പലതവണ മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കുന്നത് കൊണ്ട് അവരുടെ അത് ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഹാലോസിനേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഭയം, ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നു എന്ന പോലുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഉറക്കത്തിൽ സംസാരിക്കുന്നത് കൊണ്ടൊക്കെ ആവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ സ്ലീപ്പ് നമുക്ക്
ഇമ്പയർമെന്റ് ഉണ്ടായി കാണാറുണ്ട് പേഷ്യൻസിൽ. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ യൂറിനറി ഇഷ്യൂസ്, മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നലുണ്ടാവും. മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ പോകണം എന്നുള്ള ഒരു, അതായത് പെട്ടെന്ന് മൂത്രം പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. രാത്രിയിൽ കൂടുതലായിട്ട് മൂത്രം ഒഴിക്കലുണ്ടാവും. മൂത്രം തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇങ്ങനെ പല നമ്മൾ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിലും ഒരു നോൺ മോട്ടോർ സിംറ്റം ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അവസാനത്തേതായിട്ടുള്ളത് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും ഭാരം കുറയ്ക്കാനാണ് നോക്കുന്നത്. പക്ഷെ പാർക്കിൻസൺസ് രോഗികളിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഭാരം കുറയുന്നു എന്നാണ് സാധാരണഗതിയിൽ കാണുന്നത്. പക്ഷെങ്കിൽ പാർക്കിൻസൺസ് രോഗം കൊണ്ട് മാത്രമാണ് ഈ ഭാരം കുറയുന്നത് എന്ന് നിങ്ങൾ സ്വയം നിഗമനത്തിൽ എത്തരുത്. ചിലപ്പോൾ അത് ഒരു തൈറോയിഡിന് ഇഷ്യൂ കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റു ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടാവാം, നമ്മുടെ ഗട്ടിന്റെ പ്രശ്നം കൊണ്ടാവാം. അപ്പൊ അത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്. സാധാരണഗതിയിൽ പാർക്കിൻസൺസ് രോഗത്തില് രോഗം കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് വിശപ്പ് കുറയുന്നു. അപ്പൊ വിശപ്പ് കുറയുന്ന നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞ ഹൈപ്പോസ്മിയ, അതായത് മണം തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത്. അപ്പൊ മണത്തിന്റെ പങ്ക് കുറയുമ്പോൾ, മണം അറിയാനുള്ള ഒരു കഴിവ് കുറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഭക്ഷണത്തിന് രുചിയില്ലാത്തതായിട്ടും തോന്നും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണത്തിന്റെ അളവ് സ്വാഭാവികമായിട്ട് കുറച്ച് കഴിക്കും. അത് പിന്നെന്ന് പറഞ്ഞാൽ വിഷാദം അല്ലെങ്കിൽ അങ്ങനെ ഉദാസീനത പോലെ വരുമ്പോൾ ഭക്ഷണം തയ്യാറാക്കാനോ കഴിക്കാനോ ഉള്ള താല്പര്യം കുറയുന്നത് കൊണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു വിഷാദം വരുന്നത് കൊണ്ട് വിശപ്പ് നമുക്ക് കൂടുതലായിട്ട് കുറയുന്നത്. അതാണ് അടുത്തൊരു പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകളുടെ പാർശ്വഫലമുണ്ട്. ചില പാർക്കിൻസൺസിനുള്ള മെഡിസിൻസ് കഴിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ചിട്ട് കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് മരുന്ന് കഴിക്കാനുള്ള ഒരു സാഹചര്യം കുറയുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഊർജം കൂടുതലായിട്ട് നമ്മൾ ചെലവഴിക്കുന്നത് കൊണ്ട്, അതായത് ചില മരുന്നുകൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഡിസ്കൈനേസി ഉണ്ടാകും, അതായത് അനിയന്ത്രിതമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഓവറായിട്ട് നമ്മുടെ ശരീരം ചലിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കലോറി ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് കാലക്രമേണ വെയിറ്റ് ലോസ് ഉണ്ടാവാനുള്ള കാരണമുണ്ടാവും, സാഹചര്യം ഉണ്ടാവുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാളോയിങ് ഡിഫിക്കൽറ്റികൾ, വിഴുങ്ങാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യന്റ് ചുമയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ വരുമോ എന്നുള്ള ഭയം കൊണ്ട് വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഞാൻ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ്, അതായത് ഗട്ട് മൊബിലിറ്റി മന്ദഗതിയിലാവുന്നതുകൊണ്ട്, അങ്ങനെ വരുമ്പോൾ ശരീരം കൃത്യമായിട്ട് ആഗീകരണം ചെയ്യാണ്ട് വരുന്നത് കൊണ്ടും എന്തുണ്ടാവാം? ഈ വെയിറ്റ് ലോസ് കാലക്രമേണ ഉണ്ടാവാം. അതുകൊണ്ട് പലപ്പോഴും ഈ നോൺ മോട്ടോർ ലക്ഷണങ്ങൾ മോട്ടോർ സിംറ്റംസിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ നമ്മളത് പ്രായത്തിന്റെ ഭാഗം കൊണ്ടാണ് എന്നുള്ള പേരിൽ അത് അവഗണിക്കുകയൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. ഇതാണ് രോഗികളും പരിചാരകരും ഒക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നോൺ മോട്ടോർ സിംറ്റംസ് ശരിയായിട്ട് തിരിച്ചറിയുകയും സമയബന്ധിതമായിട്ട് നമ്മൾ ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ രോഗിയുടെ ദിനചര്യ നമുക്ക് മെച്ചപ്പെടുത്താം. അതേപോലെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താം. മരുന്നുകളുടെയും ആയുർവേദ ചികിത്സയുടെയും നമുക്ക് കൂടുതലായിട്ട് ഫലപ്രദമാക്കാം. അതേപോലെ രോഗം പുരോഗമിക്കുന്നത് മനസ്സിലാക്കുമ്പോഴാണ് പാർക്കിൻസൺസ് രോഗം പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നത്. അടുത്തതായിട്ട് പാർക്കിൻസൺസ് രോഗത്തില് ആയുർവേദ ചികിത്സയുടെയും പഞ്ചകർമ്മയുടെയും പങ്കിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി തരുവാന് വയാംസ് റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആദിത്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. ഇതുവരെ നമ്മൾ പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കി. ഇനി ഈ രോഗത്തിന്റെ ആയുർവേദ ചികിത്സയെ കുറിച്ച് നോക്കാം. ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, പാർക്കിൻസൺസ് രോഗം ഒരു ദിവസം കൊണ്ട് ആരംഭിക്കുന്ന ഒരു രോഗമല്ല. ഇതൊരു പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ്. വാതദോഷത്തിന്റെ ദീർഘകാല അസന്തുലിതാവസ്ഥ മൂലം നാഡീവ്യവസ്ഥ, മസിലുകൾ, ചലനശേഷി, മാനസികാരോഗ്യം എന്നിവയെ ഒരുമിച്ച് ബാധിക്കുന്ന ഒരു കണ്ടീഷനായിട്ടാണ് ആയുർവേദം പാർക്കിൻസൺസ് രോഗത്തെ വിശദീകരിക്കുന്നത്. രോഗം പൂർണ്ണമായി രൂപപ്പെടുന്നതിന് മുമ്പേ സബ്റ്റിൽ സയൻസ് ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്റർവെൻഷൻസ് തുടങ്ങാൻ കഴിയുന്നു എന്നതാണ് ആയുർവേദത്തിന്റെ അപ്രോച്ച്.
പാർക്കിൻസൺസ് രോഗത്തിന്റെ ഏർലി സ്റ്റേജസിൽ ആയുർവേദം ചികിത്സയെ 3 പ്രധാന തലങ്ങളിലായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: മെഡിക്കേഷൻസ്, ആയുർവേദ തെറാപ്പീസ് ആൻഡ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ്. ആദ്യഘട്ട പാർക്കിൻസൺസ് രോഗത്തിൽ ആയുർവേദ ഔഷധങ്ങൾ വളരെ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുക, നാഡീവ്യവസ്ഥയെ സംരക്ഷിക്കുക, രോഗത്തിന്റെ പുരോഗതി മന്ദഗതിയിലാക്കുക എന്നതാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം. ആയുർവേദ ഔഷധ ചികിത്സയെ 2 വിഭാഗങ്ങളിലായിട്ട് കാണാം: ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിക്കേഷൻസ്. ഇന്റേണൽ മെഡിസിൻസ് എന്നത് ശരീരത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഔഷധങ്ങളാണ്, അതായത് നമ്മൾ ഉള്ളിലേക്ക് മെഡിസിൻസ് കഴിക്കുന്നത്. ഇവയുടെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ന്യൂറോ പ്രൊട്ടക്ഷൻ, അതായത് ബ്രെയിൻ ആൻഡ് നെർവ്സിനെ സംരക്ഷിക്കൽ, സിംറ്റം കൺട്രോൾ, ഇപ്പോൾ മോട്ടോർ സിംറ്റംസ് ആയ ട്രമേഴ്സ്, സ്റ്റിഫ്നെസ്, സ്ലോനെസ്, അതുപോലെ നോൺ മോട്ടോർ സിംറ്റംസ് ലൈക്ക് കോൺസ്റ്റിപ്പേഷൻ, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഇതിനെല്ലാം കുറയ്ക്കുക, അതുപോലെ ഡിസീസ് പ്രോഗ്രഷൻ സ്ലോ ചെയ്യുക. ഇതാണ് മെഡിസിൻസ് ഫോക്കസ് ചെയ്യുന്നത്. ആയുർവേദ പെർസ്പെക്റ്റീവ്സിൽ പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രധാന പത്തോളജി വാതദോഷ ഇംബാലൻസ് ആണ്. അതിനാൽ ഇന്റേണൽ മെഡിസിൻസിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വാതദോഷത്തെ ശമിപ്പിക്കുക, ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ മെച്ചപ്പെടുത്തുക, ബ്രെയിൻ ആൻഡ് നെർവ് ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുക, ഡൈജഷനെ ശക്തമാക്കി, അതായത് അഗ്നിദീപ്തി കൂട്ടി മരുന്നുകളുടെ റെസ്പോൺസ് മെച്ചപ്പെടുത്തുക എന്നിവയാണ്. ഇതിനായി സാധാരണയായി ഉപയോഗിക്കുന്ന കുറച്ച് ഔഷധ വിഭാഗങ്ങളുണ്ട്. മേധ്യരസായനങ്ങൾ, അതായത് ബ്രെയിൻ ആൻഡ് കോഗ്നിറ്റീവ് സപ്പോർട്ട് നൽകുന്ന ഔഷധങ്ങൾ, വാതഹരമായിട്ടുള്ള ഫോർമുലേഷൻസ്, അതായത് വാദത്തെ ശമിപ്പിക്കുന്ന ഔഷധങ്ങൾ, രസായന മെഡിസിൻസ്, ദീർഘകാല നാഡീ പോഷണത്തിനുള്ള മരുന്നുകൾ, ഇവയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ക്ലിനിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ട്രമേഴ്സ്, സ്നിഫ്നെസ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, അതുപോലെ മൊബിലിറ്റി, എനർജി ലെവൽസ് ഇവയെ മെച്ചപ്പെടുത്തുന്നു, സ്ലീപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു, ആങ്സൈറ്റി, മെന്റൽ റെസ്റ്റ്ലെസ്നെസ് എന്നിവ കുറയ്ക്കുന്നു. അതായത് നമ്മൾ നോർമലി കാണുന്ന സിംറ്റംസിനെ സബ്സൈഡ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഔഷധങ്ങൾ സിംറ്റം സപ്രഷൻ മാത്രമല്ല, നെർവസ് സിസ്റ്റത്തിന് ലോങ് ടേം സ്റ്റെബിലൈസേഷൻ കൂടിയാണ് ലക്ഷ്യമിടുന്നത്. അടുത്തതായിട്ട് എക്സ്റ്റേണൽ മെഡിസിൻസ്, അതായത് ലോക്കലി അപ്ലൈ ചെയ്യുന്ന മെഡിസിൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ മെഡിസിൻസ് ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ എക്സ്റ്റേണൽ മെഡിസിൻസ് പുറത്തുനിന്ന് മസിലുകളെയും നാഡികളെയും നേരിട്ട് സപ്പോർട്ട് ചെയ്യും. എക്സ്റ്റേണൽ മെഡിസിൻസ് സാധാരണയായിട്ട് മെഡിക്കേറ്റഡ് ഓയിൽസ്, ഹെർബൽ പ്രിപ്പറേഷൻസ് എന്നിവയുടെ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ പ്രധാന പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ മസിൽ റിലാക്സേഷൻ, നെർവ്സ് ആൻഡ് ജോയിന്റ്സിന് നറിഷ്മെന്റ് നൽകുക, ലോക്കൽ സർക്കുലേഷൻ മെച്ചപ്പെടുത്തുക ആൻഡ് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുക. ഇതുവഴി നമുക്ക് പെയിൻ, റിജിഡിറ്റി തുടങ്ങിയ സിംറ്റംസ് കുറയുന്നു, മസിൽസ് കൂടുതൽ സോഫ്റ്റ് ആവുന്നു, അതുവഴി മൂവ്മെന്റ്സ് ബെറ്റർ ആവുന്നു. പിന്നെ തെറാപ്പീസ് ആൻഡ് പഞ്ചകർമ്മത്തിന് മുമ്പായിട്ട് ശരീരത്തിന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള റിലീഫ് കിട്ടാനും ഈ മെഡിസിൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ മെഡിസിൻസിനും തെറാപ്പീസ് ആൻഡ് പഞ്ചകർമ്മയ്ക്കും ഇടയിൽ എക്സ്റ്റേണൽ മെഡിസിൻസ് ഒരു ബ്രിഡ്ജ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇപ്പൊ ഈ എക്സ്റ്റേണൽ മെഡിസിൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഇത് നമ്മുടെ ബോഡീനെ എക്സ്റ്റേണൽ തെറാപ്പീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഈ ഔഷധങ്ങളെ ശക്തമാക്കുകയും ഫലപ്രദമാക്കുകയും ചെയ്യുന്ന അടുത്ത ഘട്ടമാണ് ആയുർവേദ തെറാപ്പീസ് ആൻഡ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ആയുർവേദ തെറാപ്പീസ് ആണ്. ആയുർവേദ തെറാപ്പീസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മസാജ് ടെക്നിക്ക് മാത്രമല്ല, ഓരോ തെറാപ്പിക്കും ശരീരത്തിൽ ഒരു പ്രത്യേക ലെയർ ഓഫ് ആക്ഷൻ ഉണ്ട്. അതായത് സൂപ്പർഫിഷ്യൽ ടു ഡീപ്പ് ലെയർ വൈസ് ആണ് അത് ഫ്ലോ ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അഭ്യംഗം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഫുൾ ബോഡി ഓയിൽ മസാജ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രിപ്പയറിംഗ് ദ സർഫസ്. ആദ്യമായി ചർമ്മവും പുറം മസിൽ ലെയറും ശക്തമാക്കാനാണ് അഭ്യംഗം ചെയ്യുന്നത്. ഇതുവഴി സൂപ്പർഫിഷ്യൽ വാതദോഷത്തെ നമ്മൾ ശമിപ്പിക്കുന്നു, സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നു, മസിൽ സ്റ്റിഫ്നെസ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ അഭ്യംഗം ശരീരത്തിലെ കിഴി, പിഴിച്ചിൽ പോലെയുള്ള ആഴത്തിലുള്ള ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് ബോഡിയെ മെന്റലി ആൻഡ് ഫിസിക്കലി തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കിഴിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റിലൈസിങ് ഡീപ്പ് മസിൽ ടൈറ്റ്നെസ്സിനെ റിലീസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് കിഴി പറയുന്നത്. അഭ്യംഗത്തിന് ശേഷം റിജിഡിറ്റി കൂടുതലുള്ള മസിൽ, ടെൻഡൻ, ജോയിന്റ് ലെയേഴ്സിൽ കിഴി ചികിത്സ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവഴി മസിൽസിന് റിലാക്സേഷൻ, മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് കുറയുന്നു, വാക്കിംഗ് പാറ്റേൺ മെച്ചപ്പെടുത്തുന്നു എന്നിവയാണ് ഉണ്ടാവുന്നത്. ഇവിടെ മെഡിസിൻസ് ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ തെറാപ്പീസ് മസിൽസിലെ ഡയറക്റ്റ് ആക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് പിഴിച്ചിൽ. നെർവസ് സിസ്റ്റത്തെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ആണ് പിഴിച്ചിൽ. രോഗം ആഴത്തിലേക്ക് പോകുമ്പോൾ തെറാപ്പീസ് നെർവസ് സിസ്റ്റത്തിനെ തന്നെ ലക്ഷ്യമിട്ട് ട്രീറ്റ്മെന്റ്സുകൾ ചെയ്യും.
ഇവിടെയാണ് പിഴിച്ചിൽ ചികിത്സ കർമ്മം ചെയ്യുന്നത്. ശരീരത്തിലേക്ക് തൈലം പിഴിഞ്ഞൊഴിക്കുന്ന ഒരു കേരളീയ ആയുർവേദ ചികിത്സാ രീതിയാണ് പിഴിച്ചിൽ. ഇതുവഴി വാതദോഷത്തെ കുറയ്ക്കുക, ഡീപ് നെർവിനോലിയേഷൻ അല്ലെങ്കിൽ സ്നിഗ്ധത നൽകുക, ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ മെഡിസിൻസിന്റെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ശക്തമാക്കുന്നു എന്നിവയാണ് സംഭവിക്കുന്നത്. ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നവരക്കിഴിയാണ്. അതായത് റീജുവനേഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ട്രീറ്റ്മെന്റ് ആണ് ഈ നവരക്കിഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീർഘകാല രോഗം മൂലം ശരീരം ക്ഷീണിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നവരക്കിഴി പോലുള്ള തെറാപ്പീസ് ബോഡി റീബിൽഡിങ്ങിനായിട്ടാണ് സഹായിക്കുന്നത്. ഇതുവഴി മസിൽ സ്ട്രെങ്ത്, ഫാറ്റിക് അഥവാ ക്ഷീണം എല്ലാം കുറയുന്നു, മസിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു എന്നിവയാണ് നവരക്കിഴി പോലുള്ള സ്ട്രെങ്തനിങ് ചികിത്സകളുടെ ലക്ഷ്യം. എൽഡർലി പേഷ്യൻസിന് ഏറ്റവും സേഫ് ആൻഡ് പവർഫുൾ തെറാപ്പി കൂടിയാണ് നവരക്കിഴി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ആയുർവേദ തെറാപ്പീസ് എന്ന് പറയുന്നത് സിംറ്റംസിനെ നിയന്ത്രിക്കുന്നുവെങ്കിലും വാതദോഷത്തിന്റെ റൂട്ട് ഇംബാലൻസ് ഇനിയും ബാക്കിയുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് പാർക്കിൻസൺസ് പോലുള്ള ക്രോണിക് ന്യൂറോ ഡിസോർഡേഴ്സിൽ റൂട്ട് ലെവൽ കറക്ഷൻ ഇല്ലാതെ ലോങ് ടേം സ്റ്റെബിലിറ്റി സാധ്യമല്ല. ഇവിടെയാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് അത്യാവശ്യമായിട്ട് വരുന്നത്. പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ റൂട്ട് ലെവൽ ന്യൂറോ റെഗുലേഷൻ, വമനം, വിരേചനം, നസ്യം, വസ്തി, രക്തമോക്ഷം, ഈ തുടങ്ങിയ 5 പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ പഞ്ചകർമ്മ തെറാപ്പീസ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് വസ്തി, നസ്യം, വിരേചനം എന്നീ ചികിത്സകളാണ്. പഞ്ചകർമ്മ ചികിത്സകൾ വാതദോഷത്തെ മൂലത്തിൽ നിന്നും നിയന്ത്രിക്കുന്ന ആയുർവേദത്തിന്റെ കോർ തെറാപ്പീസ് ആണ്. ആയുർവേദ തെറാപ്പീസ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന ആയുർവേദ തെറാപ്പീസ് ശരീരത്തെ തയ്യാറാക്കിയതിനു ശേഷം പഞ്ചകർമ്മ ചികിത്സകൾ കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കും. ഇതിലെ ഫസ്റ്റ് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നസ്യം. അതായത് ഡയറക്റ്റ് ബ്രെയിൻ സപ്പോർട്ടാണ്. നസ്യ തെറാപ്പി മെഡിസിൻസിനും തെറാപ്പീസിനും ശേഷം ബ്രെയിനിലേക്ക് നേരിട്ട് പ്രവർത്തിക്കുന്നു. ശിരോഗതമായ രോഗങ്ങളുടെ പ്രധാന ചികിത്സയാണ് നസ്യം. ഇതുവഴി ട്രമേഴ്സ്, ഫേഷ്യൽ സ്റ്റിഫ്നെസ്, സ്പീച്ച് ഡിഫിക്കൽറ്റി എന്നിവ കുറയുന്നു. അതുപോലെ സ്ലീപ്പ്, മെന്റൽ കാംനെസ് എന്നിവ മെച്ചപ്പെടുന്നു. ഏർലി സ്റ്റേജിൽ ഡിസീസ് പ്രോഗ്രഷൻ സ്ലോ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. തെറാപ്പീസ് വഴി ലൂസൻ ചെയ്ത ചാനൽസിൽ നസ്യം ചെയ്യുമ്പോൾ അതൊരു ഡീപ്പർ ആക്ഷൻ ആണ് നമുക്ക് നൽകുന്നത്. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് വസ്തി. ദ മാസ്റ്റർ തെറാപ്പി ഓഫ് വാത എന്നാണ് പറയുന്നത്. വാതദോഷ നിയന്ത്രണത്തിലെ ഉത്തമമായ ചികിത്സയാണ് വസ്തി. ദറ്റ് ഈസ് മെഡിക്കേറ്റഡ് എനിമ പ്രൊസീജിയർ ആണ് നമ്മളിവിടെ പറയുന്നത്. വാതഹരാണാം അഗ്രം വസ്തി എന്നാണ് പറയപ്പെടുന്നത്. അതായത് വാതരോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനമായ ചികിത്സ വസ്തിയാണ്. മാത്രവസ്തി, സ്നേഹവസ്തി, കഷായവസ്തി എന്നിവയാണ് പ്രധാന വസ്തി ഭേദങ്ങൾ. ഇതുവഴി മൂവ്മെന്റ് കോർഡിനേഷൻ, മസിൽ സ്റ്റിഫ്നെസ്, വാക്കിംഗ് സ്റ്റെബിലിറ്റി, ബവൽ റെഗുലേഷൻ എന്നിവയെല്ലാം ഒരുമിച്ച് അഡ്രസ് ചെയ്യുന്ന ഒരു ഹോൾ ബോഡി തെറാപ്പിയാണ്. ആയുർവേദ തെറാപ്പീസ് ശരീരത്തെ സോഫ്റ്റൻ ചെയ്യുന്നതിനാൽ വസ്തി പോലുള്ള ചികിത്സകളുടെ റെസ്പോൺസ് വളരെ മികച്ചതായിരിക്കും. അതായത് ഇതിന് മുമ്പായിട്ട് ആയുർവേദ തെറാപ്പീസ് ചെയ്യുന്നത് മസിൽസിനെ സോഫ്റ്റൻ ചെയ്യും. അടുത്ത പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് വിരേചനം. അതായത് ഡൈജസ്റ്റീവ് ആൻഡ് സിസ്റ്റമിക് റീസെറ്റ് ആണ്. വിരേചന ചികിത്സ അതായത് പർഗേഷൻ തെറാപ്പി ശരീരത്തിലെ ദോഷങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇതിലൂടെ ഡൈജസ്റ്റീവ് ഫയർ ശക്തമാകുന്നു, ശരീരത്തിലെ ടോക്സിൻസ് നീക്കം ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ മെഡിസിൻസിന്റെ ബയോ അവൈലബിലിറ്റി വർദ്ധിക്കുന്നു, ഗട്ട് ബ്രെയിൻ ആക്സിസ് ബാലൻസ് റീസ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ പാർക്കിൻസൺസ് ഡിസീസ് ഏർലി ആയുർവേദ അപ്രോച്ചസ്, ഇത്രയാണ് നമ്മൾ പറയുന്ന ഏർലി അപ്രോച്ചസ്. അതിലെ ഇന്റേണൽ മെഡിസിൻസ്, എക്സ്റ്റേണൽ മെഡിസിൻസ്, ആയുർവേദ തെറാപ്പീസ്, പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് എന്നിവയാണ്. ഇതൊന്നും വേറിട്ട ഘടകങ്ങളല്ല, പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരൊറ്റ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ, അതായത് മെഡിസിൻസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻസ്, തെറാപ്പീസ്, ആയുർവേദ തെറാപ്പീസ് ആൻഡ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ്. സോ നെക്സ്റ്റ്, ഇതുവരെ നമ്മൾ പാർക്കിൻസൺസ് രോഗത്തിൽ ആദ്യഘട്ടത്തിൽ ആയുർവേദ ചികിത്സകൾ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് കണ്ടത്. എന്നാൽ ഈ ചികിത്സ ആശുപത്രിയിലോ തെറാപ്പി റൂമിലോ മാത്രം ഒതുങ്ങുന്നതല്ല. രോഗിയുടെ ദൈനംദിന ജീവിത ശൈലി, അവരുടെ ദിനചര്യ എല്ലാം ചേർന്നാലാണ് സമഗ്രമായ ചികിത്സ പൂർണ്ണമാകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കാൻ നമ്മുടെ ഹെൽത്ത് കെയർ അഡ്വൈസറായ ഡോക്ടർ പ്രസീത എ.പി.യെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വെബിനാറിൽ സംസാരിക്കാൻ പോകുന്നത് ദൈനംദിന ശീലങ്ങളും അതുപോലെ ദൈനംദിന ശീലങ്ങളിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നതിനെ കുറിച്ചാണ്.
അപ്പം അത് പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പാർക്കിൻസൺ ഡിസീസിന്റെ ട്രീറ്റ്മെന്റിൽ പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട 5 ഗോൾഡൻ റൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് കൃത്യസമയത്ത് ഉണരുക, കൃത്യസമയത്തുള്ള ഉറക്കം, കൃത്യമായിട്ട് ഭക്ഷണം, കൃത്യമായിട്ടുള്ള മരുന്നുകൾ എന്ന് പറയുമ്പം എന്തും ആയിക്കോട്ടെ, അത് അലോപ്പതി മരുന്നായിക്കോട്ടെ ആയുർവേദം ആയിക്കോട്ടെ, അത് കൃത്യസമയത്ത് കഴിക്കുക. അവസാനമായിട്ട് പറയുന്നത് കൃത്യസമയത്തുള്ള വ്യായാമങ്ങളാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് മോർണിംഗിൽ ഇത്തിരി സമയം വരെ ഈ പാർക്കിൻസൺ പേഷ്യന്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഒരു സ്ട്രക്ചേർഡ് മോർണിംഗ് റുട്ടീനാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ പാർക്കിൻസൺ രോഗി രാവിലെ എണീക്കേണ്ടത് ഒരു അലാമിന്റെ ശബ്ദം കേട്ട ഞെട്ടലോടെയോ അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് നടക്കുക, അങ്ങനെയല്ല. എപ്പോഴും വളരെ ശാന്തമായിട്ട് വേണം അവർ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ വേണ്ടിയിട്ട്. ഉണർന്ന ഉടനെ തന്നെ എണീറ്റ് നടക്കാതെ നമുക്ക് കിടക്കയിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ ഇരുന്നിട്ടോ ചെയ്യാൻ പറ്റുന്ന ചെറിയ വ്യായാമങ്ങൾ, അതായത് നമ്മൾ സാധാരണ രീതിയിൽ സ്ട്രെച്ചിങ് എക്സസൈസുകളും അതുപോലെ ബാലൻസ് ട്രെയിനിങ് എക്സസൈസുകളും ഇപ്പം നമ്മുടെ സ്ഥാപനത്തിലെ തന്നെ ഇപ്പം ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പേഷ്യൻസിന് അത് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് ആ എക്സസൈസുകൾ, എത്ര ആവർത്തി ചെയ്യണം എന്നുള്ളതൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ എക്സസൈസുകൾ ചെയ്യാം. അതുപോലെ വളരെ നല്ലതാണ് ഡീപ് ബ്രീത്ത്സ് എടുക്കുക, ഒരു 2-3 ഡീപ് ബ്രീത്ത്സുകൾ എടുക്കുക. ഇത് ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എണീറ്റ ശേഷം നമ്മൾ പിന്നെ പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഓയിൽ മസാജ് ആണ്. അതായത് പൊതുവെ പാർക്കിൻസൺ പേഷ്യൻസിന് നമുക്ക് സ്റ്റിഫ്നെസ്, റിജിഡിറ്റി ഒക്കെ ഉണ്ടാകും. അത് കൂടുതൽ കാണുന്നത് കഴുത്തിന്റെ ഭാഗത്തായിരിക്കാം, കൈകളിലായിരിക്കാം, കാലുകളിലൊക്കെ ആയിരിക്കാം. അപ്പൊ അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള ഓയിൽ മസാജുകൾ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ IP ട്രീറ്റ്മെന്റ് കഴിഞ്ഞ പേഷ്യൻസിന് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഏത് ഭാഗത്ത് തുടങ്ങണം, ഏത് ഡയറക്ഷനിൽ ചെയ്യണം, എത്ര സമയം ചെയ്യണം എന്നതൊക്കെ. അപ്പൊ അതാണ് പിന്നെ നമ്മൾ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ എണ്ണ തേച്ചിട്ടും നമുക്ക് പിന്നീട് നമ്മൾ വിശദമായിട്ട് നമ്മളൊരു ഫിസിയോതെറാപ്പി ഷെഡ്യൂൾസ് ഒക്കെ നമുക്ക് ഇവർ പറഞ്ഞു കൊടുക്കും. ആ എക്സസൈസുകൾ അവർക്ക് അതിനുശേഷം ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു മോർണിംഗ് റൊട്ടീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ബവൽ ഹാബിറ്റ് ശീലിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഡോക്ടർ നീതു മാം പറഞ്ഞു, ഇപ്പം നോൺ മോട്ടോർ സിംറ്റത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേഷ്യൻസിൽ കാണുന്ന ഒന്നാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മോർണിംഗ് റൊട്ടീനിൽ കൃത്യമായിട്ട് ഒരു സമയം നമുക്ക് ബവൽ മൂവ്മെന്റിന് വേണ്ടി വെക്കുക. ഇത് ഫോഴ്സ്ഫുൾ ആവരുത്, അത് നാച്ചുറൽ ആയിട്ട് വരുന്നവരെ നമ്മൾ അതിനെ ശീലിപ്പിച്ചെടുക്കുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പാർക്കിൻസൺ പേഷ്യൻസിൽ സ്ട്രെസ്, ആൻസൈറ്റി, ഇമോഷൻസ് ഒക്കെ വളരെ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെ അവർക്ക് ടെൻഷൻ അടുപ്പിക്കുന്ന എന്തെങ്കിലും ന്യൂസുകൾ അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ മൊബൈൽ നോക്കണത്, അതൊക്കെ പരമാവധി ഒഴിവാക്കാം. അപ്പോൾ ഒരു ദിവസം ശാന്തമായിട്ട് തുടങ്ങുമ്പോൾ അന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരം കൂടുതൽ സഹകരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ രാവിലെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ ദിവസത്തെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. ഇനി പറയാനുള്ളത് ഭക്ഷണശീലങ്ങളും അതുപോലെ സമയക്രമമാണ്. അത് ഡയറ്ററി ഡിസിപ്ലിൻ ആൻഡ് മീൽ ടൈമിങ്സ്. അപ്പൊ ഇത് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇപ്പം പാർക്കിൻസൺ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മളെ കൺസൾട്ടേഷന് വന്ന് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതുക, അല്ലെങ്കിൽ പാർക്കിൻസൺ ട്രീറ്റ്മെന്റിൽ എന്തൊക്കെ ചികിത്സകൾ നമുക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ നേരിട്ട് സമീപിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മളോട് സംസാരിക്കുന്നവരായിരിക്കും. അപ്പൊ അവരുടെ ഒക്കെയുള്ള ഒരു കൺസേൺ ആണ് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിൽ നല്ല ശക്തമായിട്ടുള്ള പഥ്യങ്ങളില്ലേ എന്നുള്ള രീതിയിൽ. ശക്തമായിട്ടുള്ള പഥ്യങ്ങൾ നമ്മൾ എവിടെയും പറയുന്നില്ല. എന്നിരുന്നാലും പാർക്കിൻസൺ പേഷ്യൻസിൽ പൊതുവെ മെറ്റബോളിസം വളരെ കുറവായിരിക്കും. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും, ബ്ലോട്ടിംഗ് ഇഷ്യൂസ്, നേരത്തെ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ഡയറ്ററ്റിക്സ് ആൻഡ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ, അത് എപ്പോൾ കഴിക്കണം, ഏത് അളവിൽ കഴിക്കണം എന്നുള്ളത് നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും ചെറിയ ചൂടുള്ളതും നമുക്ക് എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇപ്പൊ കട്ടിയായിട്ടുള്ള ഒരു ആഹാരം, അതുപോലെ തണുത്തത്, വളരെ ഡ്രൈ ആയിട്ടുള്ള ഇപ്പൊ സ്നാക്സ്, ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ്, കൂടുതൽ സ്പൈസി ആയിട്ടുള്ളത്, അതൊക്കെ പരമാവധി ഒഴിവാക്കുക. അതുപോലെ നമ്മൾ പറയുന്നത് നോൺ വെജും കഴിക്കാം, വെജും കഴിക്കാം. അത് വീട്ടിൽ തയ്യാറാക്കുന്ന ആ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പൊ ശക്തമായിട്ടുള്ള പഥ്യങ്ങൾ നമ്മൾ ഒരിക്കലും പേഷ്യൻസിനോട് പറയുന്നില്ല. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നതിലുപരി ഒരു കൃത്യസമയത്ത് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം നമുക്ക് ദിവസേന ഏകദേശം ഒരേ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനായിട്ട്
സഹായിക്കും. അതുപോലെ രാത്രി ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കുക, അതും കട്ടിയുള്ള ആഹാരം കഴിക്കുമ്പോൾ അത് നമ്മുടെ ഉറക്കത്തിനെയും അതുപോലെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ ബാധിക്കും. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ആക്ടിവിറ്റി റെസ്റ്റ് ബാലൻസ് ആണ്. അതായത് നമ്മൾ 5 ഗോൾഡൻ റൂൾസിൽ അവസാനമായിട്ട് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള എക്സസൈസ് എന്നാണ്. മരുന്നിനെ പോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഘടകമാണ് നമ്മുടെ പാർക്കിൻസൺ ഡിസീസ് ട്രീറ്റ്മെന്റിൽ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഫിക്സഡ് ഷെഡ്യൂൾസുകൾ പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇത്ര എക്സസൈസുകൾ എത്ര ആവർത്തി എത്ര ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറയുകയും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു പേഷ്യന്റ് പൂർണ്ണമായിട്ട് വിശ്രമിക്കുന്നതും ശരിയല്ല, എന്നാൽ ഫുൾ ടൈം എക്സസൈസ് ചെയ്യുന്നതും ശരിയല്ല. ഇവർ തമ്മിലൊരു ബാലൻസ് വേണം. അപ്പൊ ദിവസേനം അല്പം നടക്കുക, ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, അതുപോലെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു കൃത്യമായിട്ടുള്ള സമയത്തായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ ഒരു ദിവസം ഇപ്പൊ നന്നായിട്ട് നമുക്ക് എക്സസൈസുകളൊക്കെ ചെയ്യാൻ തോന്നി, അപ്പോൾ ഒരുപാട് ഓവർ എക്സോസ്റ്റഡ് ആയി, അപ്പൊ പിറ്റേ ദിവസം നമുക്ക് ഒട്ടും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അത് ശരിയായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. നമ്മൾ എന്നും ഫിക്സഡ് ഷെഡ്യൂളിൽ ഫിക്സഡ് ടൈമിൽ ഇത്ര സമയത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യും. അടുത്തതായിട്ട് പറയുന്നത് മൈൻഡ് ബോഡി വെൽനസ് പ്രാക്ടീസസ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ രീതിയിൽ പാർക്കിൻസൺ പേഷ്യൻസിന്റെ ആൻസൈറ്റി, സ്ട്രെസ് ലെവൽ, ഇമോഷൻസ് ഒക്കെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ ഏറ്റവും നന്നായിട്ട് പറ്റുന്നത് നമ്മുടെ യോഗ തെറാപ്പി ഡിപ്പാർട്ട്മെന്റിനും സൈക്കോളജി കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെയാണ്. അപ്പൊ നമുക്ക് അവർക്ക് പല രീതിയിലുള്ള ബ്രീതിങ് ടെക്നിക്സുകൾ പറഞ്ഞു കൊടുക്കാം, പല റിലാക്സേഷൻ ടെക്നിക്സുകളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇത് അവരുടെ ടെൻഷൻ കുറയ്ക്കും, അതുപോലെ അവരുടെ മൈൻഡിനെ ആണെങ്കിലും ബോഡീനെ ആണെങ്കിലും ഒക്കെ റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മൾ ചെറിയ ടിപ്സുകൾ പറയുന്നത് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, വായിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടായിട്ട് സംസാരിക്കുക. ഇതെല്ലാം ഈ പറയുന്ന മനസ്സിന് നല്ലതായിരിക്കും. അതുപോലെ അവർക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവരുടെ കെയർ ഗിവറുമായിട്ടോ അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോടോ അത് തുറന്നു പറയാനായിട്ട് അവർ ശ്രമിക്കണം. അപ്പൊ ഇത്രയാണ് ഞാൻ ദൈനംദിന ജീവിതത്തിലുള്ള ദിനചര്യ എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ശരിക്കും വീടുകളിലാണ്. അത് പാർക്കിൻസൺ പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അവർക്ക് ബാലൻസ് ഇഷ്യൂസ് കൊണ്ട് ഫ്രീക്വന്റ് ഫോൾസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ വീഴ്ചകൾ നമുക്ക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം? വീടും പരിസരവും സേഫ് ആക്കാം. നമ്മൾ വീട് സുരക്ഷിതമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ വീഴ്ചകൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് നിലം സ്ലിപ്പാണോ അത് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ വെള്ളം എവിടെയെങ്കിലും തൂവി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കാം. അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീടിന്റെ നിലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി അവർക്ക് നടക്കാനുള്ള സ്പേസ് നമ്മൾ കുറച്ചും കൂടെ കൂട്ടുക. എന്നാൽ മാത്രമേ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അതുപോലെ ബാത്റൂമിലാണെങ്കിലും ഈ സ്ലിപ്പറി ആയിട്ടുള്ള മാറ്റുകൾ മാറ്റാം, ഹാൻഡിൽ ബാർസുകൾ വെക്കുക. അപ്പൊ അവര് വീണ് കഴിഞ്ഞാലും അവർക്ക് ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ അവരെല്ലാം തന്നെ ചെയ്തോളും. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാം ലൈറ്റ്സ്. നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല, പക്ഷെ ഈ വാം ലൈറ്റ്സിന് വളരെ ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് പൊതുവെ സ്ലീപ്പ് ഇഷ്യൂസും അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും മിക്ക പാർക്കിൻസൺ പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 2 തരത്തിലുള്ള ലൈറ്റ്സ് ഉണ്ട്, ബ്രൈറ്റ് ലൈറ്റ്സും ഉണ്ട്, വാം ലൈറ്റ്സും ഉണ്ട്. ഇത് രണ്ടും 2 രീതിയിലാണ് നമ്മുടെ ബോഡിയിലുള്ള ഒരു മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ അഫക്ട് ചെയ്യുന്നത്. ശരിക്കും മെലറ്റോണിൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്മുടെ ബോഡി ഇത്തിരിയും കൂടെ, മൈൻഡ് ആണെങ്കിൽ ബോഡി ഇത്തിരി റിലാക്സ് ചെയ്തിട്ട് അത് സ്ലീപ്പിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ വാം ലൈറ്റ്സ് പൊതുവെ ഈ മെലറ്റോണിൻ സെക്രീഷൻ കൂട്ടുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നല്ല ഉറക്കം കിട്ടും. അപ്പൊ റൂമുകളിലൊക്കെ കൂടുതലായിട്ട് വാം ലൈറ്റ്സുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ദിവസേന നമുക്ക് ശരീര ചലനങ്ങൾ ഉണ്ടാകണം, ഫിസിയോതെറാപ്പി ഉണ്ടാകും. ഈ ഫിസിയോതെറാപ്പിയുടെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ലക്ഷണങ്ങൾ പറഞ്ഞു ഫേഷ്യൽ റിജിഡിറ്റി ഉണ്ടാകും, ഫേഷ്യൽ മസിൽസിന് റിജിഡിറ്റി ഉണ്ടാകും. അപ്പൊ അവർക്കത് സംസാരിക്കാൻ ബുദ്ധിമുട്ടാകും, ഭക്ഷണം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടാകും. പിന്നെ ഒരുപാട് പാർക്കിൻസൺ പേഷ്യൻസ് കാലക്രമേണ അവർക്ക് ശ്വസിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാം. റെസ്പിറേറ്ററി മസിൽസിനെല്ലാം ഈ അസുഖം അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ദീർഘകാലമായിട്ടാണ് റെസ്പിറേറ്ററി മസിൽസിനൊക്കെ അഫക്റ്റ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റീവായിട്ട് നമുക്ക് സ്പീച്ച് തെറാപ്പി എക്സസൈസുകൾ ചെയ്യാം. ഇപ്പൊ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി ഇതൊക്കെ നമ്മൾ ദൈനംദിനം
നമ്മുടെ റൊട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പരിചാരകരുടെയും കുടുംബത്തിന്റെയും പങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ പാർക്കിൻസൺ എഫക്ട് ചെയ്തത് പേഷ്യന്റിനെ ആണെങ്കിൽ പോലും ആ ഒരു യാത്രയിൽ സുപ്രധാന പങ്കുള്ളത് ഈ പറയുന്ന കെയർ ഗിവറിനാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആണെങ്കിലാണ്. കാരണം ഇവരുടെ ഓരോ വാക്കുകളും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഇപ്പൊ പാർക്കിൻസൺ പേഷ്യൻസിനാണെങ്കിൽ എല്ലാ ദിവസവും അവർക്ക് ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പൊ ഒരു ദിവസം ചിലപ്പോൾ അവർക്ക് നല്ല വ്യത്യാസങ്ങൾ, പോസിറ്റീവായിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാകും. ഒരു ദിവസം അതിന് നേരെ തിരിച്ചായിരിക്കും. അത് സ്വാഭാവികമാണ്. നമ്മൾ അത് കണ്ടിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതുപോലെ മാക്സിമം നമ്മൾ ഈ പേഷ്യന്റിന് കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാതെ അവരെ കൊണ്ട് കഴിയും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. പിന്നെ ഒരുപാട് നമ്മൾ പേഷ്യൻസിന്റെ കൂടെ വരുമ്പോൾ നമ്മൾ കെയർ ഗിവേഴ്സ് ബേൺ ഔട്ട് എന്ന് പറഞ്ഞ സിറ്റുവേഷനിലൊക്കെ എത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ ഒന്നും ചെയ്യാനായിട്ട് നോക്കരുത്. അതുപോലെ നമുക്ക് കെയർ ഗിവേഴ്സ് ബേൺ ഔട്ട് എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് സൈക്കോളജി കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യാറ് പേഷ്യന്റിനും കെയർ ഗിവേഴ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് സൈക്കോളജി കൗൺസിലിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊക്കെ അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഈ പാർക്കിൻസൺ എന്ന് പറയുന്നത് ഒരു റേസ് പോലെ കാണരുത്, പകരം അതൊരു നീണ്ട ഒരു ജേർണിയാണ്. അപ്പൊ മരുന്നും മാത്രമല്ല, മരുന്നിന്റെ കൂടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ തെറാപ്പി, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിനൊരു മികച്ച റിസൾട്ട് വരുന്നത്. അപ്പൊ ഒന്ന് മറ്റൊന്നിന് പകരമല്ല, എല്ലാം ഒരുപോലെ തന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ആരോഗ്യം നമ്മൾ സ്ഥിരമായിട്ട് പരിശോധിക്കുക, ഓരോ നിയമിതമായിട്ടുള്ള ഡോക്ടറിനെ കാണുക, അവരുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ലക്ഷണത്തിലോ എന്തെങ്കിലും മാറ്റം തോന്നിയാൽ അത് കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ അറിയിക്കുക. അതുപോലെ രോഗത്തെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് അത് വളരെ പവർഫുൾ ആണ്. അത് ഈ പേഷ്യന്റിലെ കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യമാണ്. ഇപ്പൊ രോഗിക്കും പരിചാരകനും അറിവുണ്ടെങ്കിൽ അവരുടെ ആത്മവിശ്വാസം കൂടും. ഇപ്പം ഞാനിന്ന് സംസാരിച്ചതിൽ പാർക്കിൻസൺ ഡിസീസ് ട്രീറ്റ്മെന്റിന്റെ ഒരു സമഗ്ര സമീപനത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, നമ്മുടെ ഡയറ്ററ്റിക്സ്, ന്യൂട്രീഷൻ, യോഗ തെറാപ്പി, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്സിൻ്റെ ഒക്കെ ഇടപെടലുകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വയാംസ് സംഘടിപ്പിക്കുന്ന അടുത്ത മാസത്തെ വെബിനാറിൽ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം എക്സ്പേർട്സ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർക്കിൻസൺ ട്രീറ്റ്മെന്റിൽ അവർക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റും, അതുപോലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ നമ്മളുമായിട്ട് അവർ പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് ഈ വെബിനാറിന്റെ സമാപിപ്പിക്കാനും അതുപോലെ പ്രധാന കാര്യങ്ങൾ പങ്കുവെക്കാനുമായിട്ട് ഞാൻ ഡോക്ടർ വിജിത് സാറിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ പ്രസീത. ഓക്കെ, അപ്പോൾ ഇന്ന് മോട്ടോർ സിംറ്റത്തിനെ കുറിച്ചിട്ട് ഞാനും നോൺ മോട്ടോർ സിംറ്റത്തിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ഡോക്ടർ നീതുവും, അതുപോലെ തന്നെ ആയുർവേദ തെറാപ്പീസിനെയും പഞ്ചകർമ്മയെക്കുറിച്ച് ഡോക്ടർ ആദിത്യയും, ഇൻ്റഗ്രേറ്റഡിനെ കുറിച്ച് ഡോക്ടർ പ്രസീതി നമ്മളോട് വളരെ വിശദമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വെബിനാറിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം, ഇതുമായി ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാത്തോ പാർക്കിൻസൺ രോഗവുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, നമ്മളത് പറയും. ഒപ്പം തന്നെ ഇപ്പം ജനുവരിയിലത്തെ വെബിനാർ ഇന്നിപ്പം നമ്മൾ മലയാളത്തിലാണ്, കേരളത്തിൽ ഒരുപാട് പാർക്കിൻസൺ സ്പെഷ്യൽ മലയാളത്തിലാണ്. ജനുവരി 26 നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ഇതേ മാറ്ററിൽ വെബിനാർ നടത്തുന്നുണ്ട്. അതുപോലെ ഫെബ്രുവരിയിലെ വെബിനാർ ഇൻ്റഗ്രേറ്റഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഹൗ ആയുർവേദ, ഫിസിയോതെറാപ്പി, ASLP, മൈൻഡ് ബോഡി പ്രാക്ടീസസ് വർക്ക് ടുഗദർ. ഈ ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റിൽ ഇൻ്റഗ്രേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എങ്ങനെ പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ അതിൽ ഫെബ്രുവരിയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിനെ കുറിച്ചും, പഞ്ചകർമ്മ ഫോർ ന്യൂറോൺ റീജനറേഷനെ കുറിച്ചും, റോൾ ഓഫ് ഫിസിയോതെറാപ്പിയെക്കുറിച്ചും, സ്പീച്ച് ആൻഡ് സ്വലോയിങ് തെറാപ്പിയെക്കുറിച്ചും, സൈക്കോളജി ആൻഡ് ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ചും, യോഗയെക്കുറിച്ചും, ഹൗ മൾട്ടി ഡിസിപ്ലിനറി ടീംസ് ഇംപ്രൂവ് ഔട്ട്കംസ് എന്നുള്ള ഒരു പോയിന്റിനെ കുറിച്ചും ആയിരിക്കും നമ്മൾ ഫെബ്രുവരിയിൽ നമ്മൾ വെബിനാർ നടത്തുന്നത്. അതും 9 മലയാളത്തിലുള്ള വെബിനാർ, ഫെബ്രുവരി 23 ഇംഗ്ലീഷിലുള്ള വെബിനാർ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പം നമുക്ക് ഇന്ന് സംസാരിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് അയക്കാം.
ഓക്കെ. അപ്പോൾ ആർക്കും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ല തോന്നുന്നു. ഹാൻഡ് റൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചാറ്റ്സിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ടീമിലെ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ അഡ്വൈസസും മെഡിസിൻ്റെ രൂപത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ പറയും. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏതെങ്കിലും ഒരു മരുന്ന് കൊണ്ടോ ഒരു ഗുളിക കൊണ്ടോ ഒരു ചികിത്സാവിധി കൊണ്ടോ പാർക്കിൻസൺ പോലെയുള്ള ഒരു ക്രോണിക് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നിങ്ങൾ അലോപ്പതി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. അത് കഴിക്കുന്നതോടൊപ്പം തന്നെ ആയുർവേദവും നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സും എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3 കാര്യങ്ങൾ, അതായത് ഫെർദർ ഡീജനറേഷൻ, ഇതൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസാണെന്ന് പറഞ്ഞു, ഫെർദർ ഡീജനറേഷൻ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇംപ്രവൈസേഷൻ ഓഫ് ഡെയിലി ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ക്രമേണ നമുക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോഞ്ചിവിറ്റി, അതായത് നല്ല ആരോഗ്യത്തോടു കൂടെ കൂടുതൽ കാലം നമുക്ക് കൃത്യമായി സന്തോഷത്തോടു കൂടെ ആരോഗ്യത്തോടു കൂടെ ജീവിച്ചിരിക്കാൻ നമുക്ക് സാധിക്കും. ഈ 3 പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വെബിനാർ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ശുഭരാത്രി.